ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ കുറെ വർഷങ്ങളായിട്ട് അവനൊരു നോവൽ വായിക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നോവല്. ലോകാവസാനത്തെ കുറിച്ചാണ് ആ നോവല് പറയുന്നത്. എന്നാൽ ആ നോവൽ എഴുതിയ ഓതർ ആ ലോകാവസാനത്തെ കുറിച്ച് ആ നോവലിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. അതാണ് ഈ നോവലിൽ അത്ര ഇൻട്രസ്റ്റ് ആക്കുന്നത്. അതായത് നമ്മളൊരു ഗെയിം കളിക്കത്തില്ലേ, അതുപോലെയാണ് ഈ നോവലിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ ലോകാവസാനം നടക്കാൻ പോകുന്നു. എന്നാൽ അത് സാധാരണ രീതിയിലല്ല. ഈ ലോകാവസാനത്തെ അതിജീവിക്കാൻ മനുഷ്യർക്ക് സാധിക്കും. ഓരോ സ്റ്റേജുകളിലായിട്ടാണത്. ഓരോ സ്റ്റേജിലും പല പ്രതിസന്ധികളും മനുഷ്യർക്ക് നേരിടേണ്ടി വരും. അതിനെല്ലാം തരണം ചെയ്തിട്ട് ഓരോരോ സ്റ്റേജ് ജയിച്ച് വരിക. അങ്ങനെ വരുമ്പോൾ മനുഷ്യർക്ക് ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് അയാൾ ഈ നോവൽ എഴുതിയിരിക്കുന്നത്. ആദ്യമൊക്കെ അത് വായിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആണെങ്കിലും അതിന്റെ ക്ലൈമാക്സും കൂടെ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ പയ്യൻ ആ നോവൽ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവൻ അതിന്റെ ഓതറിന് അത് മെസ്സേജ് അയക്കുകയും ചെയ്തു, നിങ്ങളുടെ ഈ ക്ലൈമാക്സ് ഈ നോവലിനെ മൊത്തം നശിപ്പിച്ചെന്നും പറഞ്ഞിട്ട്. എന്നാൽ അവൻ ആ മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പം ആ ഓതർ അവന് തിരിച്ചൊരു മെസ്സേജ് അയച്ചു, നിനക്കിതിന്റെ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ തന്നെ ഒരെണ്ണം എഴുതിക്കോന്നും പറഞ്ഞിട്ട്. ആ ഓതർ അങ്ങനെ തിരിച്ചൊരു മെസ്സേജ് അയക്കും എന്ന കാര്യം നമ്മുടെ പയ്യൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും അത്ഭുതമായി. എന്നാൽ ആ മെസ്സേജ് വായിച്ചു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഭൂമി മൊത്തത്തിൽ കുലുങ്ങുന്നത്. അതെ, അവൻ എന്താണോ നോവലിൽ വായിച്ചത് അതെല്ലാം അവന്റെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിക്കാൻ പോവാണ്. ഇനി ഏതാണ് ആ നോവല്? എന്താണ് നമ്മുടെ പയ്യന്റെ പേര്? ആരാണ് ഈ പയ്യൻ? ഈ ഗെയിമിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെക്കുറിച്ച് പറയുന്ന സിനിമയാണ് 2025 ഇറങ്ങിയ ഒമിനിസൈൻ റൈഡർ ദ പ്രൊഫസി. ഇതൊരു ബ്രഹ്മാണ്ഡ കൊറിയൻ സിനിമയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, കൊറിയക്കാരെ കൊണ്ട് മാത്രമേ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ പറിച്ചുവിടാൻ പറ്റത്തുള്ളൂ. കാരണം ലോ ബഡ്ജറ്റ് ആണെങ്കിലും നല്ല കിടിലനായിട്ട് തന്നെ അവരിതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ആലീസ് ഇൻ ബോർഡർലാൻഡ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ നമ്മുടെ സ്ക്വിഡ് ഗെയിം, അതുമായിട്ടൊക്കെ സാമ്യം തോന്നുന്നൊരു സിനിമയാണത്. കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആദ്യം കാണിക്കുന്നത് ഒരാൾക്കൂട്ടമാണ്. അതിന്റെ നടുവിലായിട്ട് നമ്മുടെ ഹീറോ നിൽക്കുന്നുണ്ട്. ഇവന്റെ പേര് കിം ഡോക്ച എന്നാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, കുറെ വർഷമായിട്ട് അവനൊരു നോവൽ വായിക്കുകയാണ്. ആ നോവലിന്റെ പേര് 3 Ways to Survive the Apocalypse എന്നാണ്. അതിനെ ചുരുക്കി TWS എന്ന് പറയും. ഇപ്പൊ അവനത് വായിച്ചു തീർത്തു. അതിനെ തുടർന്ന് അവൻ അതിന്റെ ഓതർക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് എന്താണെന്നുള്ള കാര്യം ഇനി ഇങ്ങനെ വോയിസ് ഓവർ ആയിട്ട് പറയും. ആ വോയിസ് ഓവർ പറയുമ്പം ഇവൻ ആ നോവൽ വായിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കുള്ള ഇവന്റെ ജീവിതം ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. എന്റെ പേര് കിം ഡോക്ച. താങ്കൾ ഇന്ന് അപ്ലോഡ് ചെയ്ത അവസാനത്തെ എപ്പിസോഡ് ഞാൻ വായിച്ചു തീർത്തു. താങ്കളുടെ വെബ് നോവലായ TWS ലോകാവസാനത്തെ അതിജീവിക്കാനുള്ള 3 വഴികൾ, അത് പ്രസിദ്ധീകരണം തുടങ്ങിയത് ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് ആ നോവൽ വായിച്ചു തുടങ്ങിയത്. എനിക്കിപ്പോഴും അതിൽ ആദ്യത്തെ വാചകം ഓർമ്മയുണ്ട്. അതിൽ ഇപ്രകാരമാണ് എഴുതിയിരുന്നത്, സബ്വേ ട്രെയിൻ ഡോങ്ഹോ പാലത്തിന് നടുവിൽ വെച്ച് നിന്നു. ആ ട്രെയിൻ സ്റ്റോപ്പായി കഴിഞ്ഞപ്പം അവിടെ ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ടായിരുന്നു, പ്ലാനറ്ററി സിസ്റ്റം 8612ന്റെ സൗജന്യ സേവനം അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ആ സമയത്താണ് ആ ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. അതപ്പതിച്ച മനുഷ്യരാശിയെ ശിക്ഷിക്കാൻ വേണ്ടി ദൈവങ്ങൾ കൊടുത്ത ശിക്ഷ, അതായിരുന്നു ആ ഗെയിം. അങ്ങനെ ലോകം തകർച്ചയുടെ വക്കിലെത്തിയപ്പം നായകനായ യു ജോങ്ങും കൂട്ടാളികളും ഈ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ചു. ഈ നോവൽ ആദ്യം പബ്ലിഷ് ചെയ്ത സമയത്ത് ഈ TWS വളരെ പ്രചാരമുള്ള ഒന്നായിരുന്നു. എന്നാൽ കഥ മുന്നോട്ട് പോകും തോറും ആളുകൾ അതിനെ വെറുക്കാൻ തുടങ്ങി. അവരതിന്റെ കാരണം പറഞ്ഞിരുന്നത് ഈ നോവലിലുള്ള ഒരു കാര്യവും യാഥാർത്ഥ്യമല്ല എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും വായന നിർത്തി. എന്നാൽ ആ സമയത്ത് ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. ആ സബ്വേ ടണലിൽ വെച്ചിട്ട് നായകനും കൂട്ടാളികളും ആ ഭീകരജീവികളുമായിട്ട് ഫൈറ്റ് ചെയ്തൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഈ കഥയായിരുന്നു എനിക്കെല്ലാം. അതുകൊണ്ട് സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നാലും ഞാൻ ഈ നോവൽ വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഓരോരോ പുതിയ ഭാഗം വരുമ്പോഴും കഥയുടെ ഒഴുക്ക് നിലനിർത്താൻ വേണ്ടി അവസാനത്തെ 2 എപ്പിസോഡുകൾ ഞാൻ വീണ്ടും വായിക്കും. ഇനിയിപ്പോൾ അവധി ദിവസങ്ങളിലാണെങ്കിൽ ആ ആഴ്ചയിലെ എല്ലാ എപ്പിസോഡുകളും ഞാൻ വീണ്ടും വായിക്കും. അങ്ങനെ പിന്നെയും വായനക്കാരുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി. അവസാനം ഞാൻ മാത്രമായിരുന്നു വായനക്കാരൻ. ബാക്കി ആരും തന്നെ വായിക്കാതെ ഇരുന്നിട്ടും 10 വർഷം ആ ഒരു നോവൽ ഞാൻ വായിച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയോ? അതിന്റെ കാരണം അതിലെ ഹീറോ മാത്രമാണ്, നിങ്ങൾ സൃഷ്ടിച്ച യു ജോങ്. എനിക്ക് അവനോട് വല്ലാത്തൊരു അസൂയായിരുന്നു. യു ജോങ്ങും കൂട്ടാളികളും ക്രൂരന്മാരായ അവരുടെ ശത്രുക്കളെ എല്ലാവരെയും മുട്ടുകുത്തിച്ചു. മാത്രമല്ല അവരെ നേരിടാൻ വന്ന എല്ലാ ഭീകരജീവികളെ അവർ കൊന്നുകളയുകയും ചെയ്തു. ആ ഒരു ഫൈറ്റിലൊന്നും ഒരിക്കൽ പോലും അവർ പിന്മാറിയിരുന്നില്ല. എന്നാൽ യു ജോങ്ങിന്റെ കൂട്ടാളികളൊക്കെ ഓരോരുത്തരായിട്ട് വീണപ്പം അതിജീവിക്കാൻ വേണ്ടി യു ജോങ് കൂടുതൽ ശക്തനാവാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് ആ ജീവികളുമായിട്ട് പൊരുതി. അതോടുകൂടെ അവൻ കൂടുതൽ ശക്തനാവുകയും ചെയ്തു. അങ്ങനെ ഈ നോവൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ 2-3 സീനിയേഴ്സ് എന്നെ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെയും പിടിച്ചത്. അവര് ഞങ്ങളോട് പറഞ്ഞത് പരസ്പരം ഫൈറ്റ് ചെയ്യാനാണ്. ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ട് ഒരാൾ ജയിക്കണം, അതായിരുന്നു ഞങ്ങളുടെ സീനിയേഴ്സ് ആവശ്യപ്പെട്ടത്. എന്നാൽ എനിക്കെന്തോ എന്റെ ഫ്രണ്ടുമായിട്ട് അടികൂടാൻ താല്പര്യമില്ലായിരുന്നു. അവനെ വേദനിപ്പിച്ചിട്ട് സ്വന്തം രക്ഷ നോക്കാൻ എനിക്ക് കഴിയത്തില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നത്, എനിക്ക് യു ജോങ്ങിനെ പോലെ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലെ എന്റെ സീനിയേഴ്സിന് മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു ശക്തി കിട്ടാനായിരുന്നു അന്നും ഇന്നും ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അങ്ങനെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത സമയത്താണ് ആ നോവൽ ഞാൻ വായിച്ചു തീർത്തത്. എന്നാൽ എന്തുകൊണ്ടോ എന്റെ പെർഫോമൻസ് എന്റെ കമ്പനിയിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവരെന്നെ പിരിച്ചുവിട്ടു. ഇന്നായിരുന്നു അത്. എന്നെ മാത്രമല്ല പല ആൾക്കാരെയും അവർ പിരിച്ചുവിട്ടു.
എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഇത്രയും കാലം ഈ കഥ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയതിന് ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഈ നോവൽ ഞാൻ വായിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അതിജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. എങ്കിലും എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. എന്തിനാണ് ഈ നോവലിന്റെ അവസാനം ആ യൂജോങ്ങിനെ മാത്രം ജീവനോടെ നിലനിർത്തിയത്? ഒരാൾ മാത്രം അതിജീവിക്കുന്ന അവസാനത്തിന് എന്താണൊരർത്ഥം? ആ നോവലില് യൂജോങ് ഒരിക്കലും ഒരു കാര്യം പറയുന്നുണ്ട്. എനിക്ക് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് അവരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ പോലും എനിക്കൊന്നും ചെയ്യാനില്ല. യൂജോങ് ആ പറഞ്ഞ കാര്യമാണോ ഈ നോവലിന്റെ വിഷയം? അതാണെങ്കിൽ എനിക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, താങ്കളുടെ ഈ നോവൽ ഞാൻ ഇതുവരെ വായിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും മോശമാണ്. ഈ ഒരു കാര്യമാണ് അവൻ അതിന്റെ ഓതറിന് മെസ്സേജ് അയക്കുന്നത്. ഈ സമയം ദോക്ചയാണെങ്കിൽ ഒരു സബ്വേ സ്റ്റേഷനിലാണ് ഇരിക്കുന്നത്. അവൻ ആ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പം അവന് പോകാനുള്ള ട്രെയിൻ വന്നു. അവൻ ഉടനെ തന്നെ ആ ട്രെയിനിന്റെ അകത്തേക്ക് കയറുകയാണ്. അതിനകത്തൊരു പയ്യൻ ഇരിക്കുന്നുണ്ട്. ആ പയ്യന്റെ കയ്യിൽ ഒരു അക്വേറിയം. ആ അക്വേറിയത്തിനകത്ത് ഉറുമ്പിന്റെ കൂടാണ്. മാത്രമല്ല ഇഷ്ടം പോലെ ഉറുമ്പുകൾ അതിനകത്തുണ്ട്. ഈ പയ്യന്റെ പേര് ജിൽ എന്നാണ്. ദോക്ചയാണെങ്കിൽ വളരെ കൗതുകത്തോടെ ആ ഉറുമ്പിന്റെ കൂട് തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് സാങ്ങ എന്നാണ്. ഇവളും ഇവന്റെ കൂടെ ഇവന്റെ ഓഫീസിൽ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ ഇവളുടെ ജോലിയും പോയി. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പൊ അവൾ അവന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ അവർ പുതിയ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ഓഫീസിൽ തന്നെയുള്ള മറ്റൊരുത്തൻ അങ്ങോട്ട് വരുന്നത്. ഇവന്റെ പേര് ഹാൻ എന്നാണ്. ആളൊരു കോഴിയാണ്. ഇപ്പൊ സാങ് ഓഫീസിലുള്ള സമയത്ത് തന്നെ ഇവളെ വളയ്ക്കാൻ വേണ്ടി ഈ ഹാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് നടന്നിട്ടില്ല. ഇപ്പോഴും അയാൾ അത് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. നമുക്കിന്നൊരു ഡിന്നറിന് പോയാലോ എന്നാണ് അയാൾ സാങ്ങയെ കണ്ടുകൊടുന്നതിന് ചോദിക്കുന്നത്. അതേക്കുമ്പോ സോറി മിസ്റ്റർ ഹാൻ, ഇന്ന് പറ്റത്തില്ല, ഇന്ന് എന്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ദോക്ജേനെ അയക്ക് കാണിച്ചു കൊടുത്തു. ദോക്ജയും ഇവരുടെ ഓഫീസിൽ തന്നെ ഉള്ളതാണല്ലോ. അവനെ കാണുമ്പോൾ ഓ നിങ്ങൾ തമ്മിൽ സെറ്റപ്പാണല്ലേ, ഇതെനിക്ക് ഓഫീസിൽ നിന്ന് തന്നെ തോന്നിയിരുന്നു. അപ്പൊ ഞാൻ ഔട്ടായി. ഓക്കെ, എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഹാൻ അവിടുന്ന് പോയി. അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് സാങ്ങയ്ക്ക് ചെറിയ സമാധാനമാവുന്നത്. അവളിപ്പോ ദോക്ജയുടെ അടുത്ത് പറയുന്നത്, നീ എങ്ങനെ ഇപ്പൊ എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇയാളെ ഞാൻ എങ്ങനെ പറഞ്ഞു വിടുമായിരുന്നു എന്നാണ് അവളിപ്പോ ചോദിക്കുന്നത്. എന്നാൽ അവൾ ആ കാര്യം പറഞ്ഞു കഴിയുമ്പോഴാണ് ദോക്ജയുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വരുന്നത്. അത് എടുത്തു നോക്കി കഴിയുമ്പോൾ അവൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അത് ആ നോവലിന്റെ ഓതറായിരുന്നു. TLS123 എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നാണ് അയാളിപ്പോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അയാളിപ്പോ ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരാൾ കാരണമാണ് ഈ നോവൽ ഞാൻ ഫിനിഷ് ചെയ്യാൻ തന്നെ കാരണം. പക്ഷെ നിനക്ക് ഇതിന്റെ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല നീ പറഞ്ഞത്. എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഈ നോവലിൽ നിനക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു ക്ലൈമാക്സ് നീ എഴുത്. എന്നിട്ട് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മുമ്പ് എനിക്ക് അയച്ചതാ. നിനക്ക് മാത്രമല്ല, ഈ നോവൽ വായിക്കുന്ന ആർക്കും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാം. പക്ഷെ വൈകുന്നേരം 7 മണി വരെ മാത്രമേ സമയമുള്ളൂ. അതിനുള്ളിൽ എല്ലാ മെസ്സേജ് എനിക്ക് കിട്ടണം എന്നാണ് അയാൾ ആ ചാറ്റിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ മെസ്സേജ് കാണുമ്പോൾ ഡോക്ടർക്ക് ശരിക്കും അത്ഭുതമായി. അവനിപ്പോ അത് തന്നെ വായിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു പ്രായമായ സ്ത്രീ എഴുന്നേക്കുന്നത്. അവരിപ്പം അവനൊരു ഓറഞ്ച് കൊടുക്കുകയാണ്. നീ ഇത് കഴിച്ചോ മോനെ എന്നും പറഞ്ഞിട്ട് അവരപ്പുറത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ആ ഓറഞ്ച് വാങ്ങി പോക്കറ്റിൽ ഇട്ടതിന് ശേഷം അവൻ പിന്നെ ആ മെസ്സേജിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. എല്ലാ വായനക്കാരുടെ നിർദ്ദേശങ്ങളും അയാൾ കേൾക്കുന്നുണ്ട് എന്നല്ല അയാൾ പറഞ്ഞത്. പക്ഷെ ഈ നോവൽ ഇപ്പോൾ വായിക്കുന്നത് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിനൊരു ക്ലൈമാക്സ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അയാൾ ഇത് സ്വീകരിക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് ഒരു ഭൂമികുലുക്കം സംഭവിക്കുന്നത്. അതോടുകൂടെ ആ ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്തു. ട്രെയിൻ സ്റ്റോപ്പ് ആയതും ട്രെയിനകത്ത് ഒരു അനൗൺസ്മെന്റ് വരാൻ തുടങ്ങി. പ്ലാനറ്ററി സിസ്റ്റം 8612ന്റെ സൗജന്യ സേവനം അവസാനിച്ചിരിക്കുകയാണ്. ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പൈസ അടയ്ക്കേണ്ടി വരും എന്നാണ് ആ അനൗൺസ്മെന്റിൽ പറയുന്നത്. ഇതേ സമയം തന്നെ ട്രെയിൻ ആണെങ്കിൽ അവിടെ കായലിന്റെ നടുവിലുള്ള ഒരു പാലത്തിലാണ് സ്റ്റോപ്പ് ആയിരിക്കുന്നത്. ഈ സമയം തന്നെ ദോക്ജയ്ക്കാണെങ്കിൽ ഒരു ഞെട്ടലായിരുന്നു. കാരണം ആ നോവലിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ആ ട്രെയിനിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ആ നോവലിൽ പറഞ്ഞിരിക്കുന്ന അതേ അനൗൺസ്മെന്റ് ആണ് ഇപ്പൊ ട്രെയിനിലും വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലാവുന്നില്ല. ഈ സമയം അവൻ ഓർക്കുന്നത് കുട്ടിക്കാലത്ത് അവൻ ആ നോവലിന്റെ തുടക്കം വായിച്ച കാര്യമാണ്. ആ നോവലിൽ ട്രെയിൻ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അടുത്തതായിട്ട് ദൊക്കേബി എന്ന പേരുള്ള ഒരു രൂപ ആ ട്രെയിനിലേക്ക് വരും. അതായിരുന്നു ആ നോവലിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ അതും ഇവിടെ സംഭവിക്കുമോ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അവനത് ചിന്തിച്ച് തീർന്നതും അടുത്ത സെക്കൻഡിൽ ആ ദൊക്കാബി എന്ന പേരുള്ള രൂപം ട്രെയിനിലേക്ക് വരികയാണ്. ഇതൊരു പാവയെ പോലിരിക്കുന്ന ഒരു ഭീകര രൂപമാണ്. ഇതുപോലുള്ള ഭീകര രൂപങ്ങളെ ഈ കൊറിയക്കാര് വിളിക്കുന്നത് ദൊക്കാബി എന്നാണ്. എന്നാൽ ഇതിനും ശരിക്കൊരു പേരുണ്ട്, അത് ബീഹ്യോങ് എന്നാണ്. അങ്ങനെ ദൊക്കാബി അവിടെ പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ അതിങ്ങനെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് അത് ആ ട്രെയിനിൽ നിൽക്കുന്ന പാസഞ്ചേഴ്സിന്റെ അടുത്ത് ചില കാര്യങ്ങൾ പറയാണ്. എന്നാൽ ദൊക്കാബി അതൊക്കെ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുത്തൻ അവിടെ കിടന്നിട്ട് ബഹളം വെക്കാൻ തുടങ്ങി. ഇതെന്താ പാവയോ, നീ പറയുന്നൊക്കെ ഞങ്ങൾ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? മര്യാദയ്ക്ക് ട്രെയിൻ മുന്നോട്ട് വിടുന്നതായിരിക്കും നല്ലത്. എനിക്ക് സമയത്തിന് എന്റെ വീട്ടിലെത്തിച്ചേരേണ്ടതാണ് എന്നൊക്കെയാണ് അയാൾ അവിടെ നിന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ദൊക്കാബിക്കും ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അതിപ്പം അയാളൊന്ന് തുറച്ചു നോക്കുകയാണ്. അതോടുകൂടെ അതിന്റെ കണ്ണിൽ നിന്നും ഒരു ലേസർ അയാളുടെ ശരീരത്തിലേക്ക് അടിച്ചു. അങ്ങനെ അയാൾ ഉടനെ തന്നെ മരിച്ചു വീഴുകയും ചെയ്തു. ഈ സമയം നല്ല ദേഷ്യത്തിലായതുകൊണ്ട് ദൊക്കാബിയുടെ മുഖത്തു നിന്ന് തീയൊക്കെ കത്തുന്നുണ്ട്. ഇതെല്ലാം കൂടെ കാണുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ പേടിയായി. എല്ലാവരും ഇപ്പോൾ അവിടെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ദൊക്കാബി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഹേയ് സ്വാർത്ഥരായ മനുഷ്യരെ, നിങ്ങളുടെ വിചാരം ഈ പ്രപഞ്ചത്തില് നിങ്ങൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്നാണോ?
എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളെക്കാൾ ഉയർന്ന പല ആൾക്കാരും ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിൽ ചില ആളുകളെ കോൺസുലേറ്റേഴ്സ് എന്ന് വിളിക്കാം. അവരയച്ചതിനെ തുടർന്നിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്റെ ചാനലിലൂടെ നിങ്ങളെല്ലാവരെയും അവർ കാണുന്നുണ്ട്. നിങ്ങൾ വളരെ സ്വാർത്ഥരായിട്ടുള്ള ജീവികളായതുകൊണ്ട് കോൺസുലേറ്റേഴ്സ് ഒക്കെ നിങ്ങളെ ശിക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒരു ഗെയിം കളിക്കണം. പല തരത്തിലുള്ള സ്റ്റേജുകളുള്ള പല ഗെയിമുകൾ. ആ സ്റ്റേജുകളിലൊക്കെ നിങ്ങൾ വിജയിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ആദ്യത്തെ ഗെയിമിന്റെ ഒരു സിനാരിയോ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ദൊക്കാബി ഇപ്പൊ സിനാരിയോ അവർക്ക് കൊടുക്കുകയാണ്. അതിനെ തുടർന്ന് അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒക്കെ മുന്നിൽ ഒരു സ്ക്രീൻ ഇങ്ങനെ തെളിഞ്ഞു വന്നു. ഇനിയിപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത് എന്നാണ് അതിൽ എഴുതി കാണിച്ചിരിക്കുന്നത്. അതായത് 10 മിനിറ്റിനകം ആ ട്രെയിനകത്ത് നിൽക്കുന്ന ഓരോ ആൾക്കാരും ആ ട്രെയിനകത്ത് തന്നെയുള്ള ഓരോ ജീവികളെ കൊല്ലണം. വിജയിക്കുന്നവർക്ക് 300 കോയിൻസ് വെച്ച് കിട്ടും. എന്നാൽ തോറ്റു പോവാണെങ്കിൽ അവരപ്പം തന്നെ മരിച്ചു പോകും. ഇതാണ് ദൊക്കാബി അവർക്ക് കൊടുക്കുന്ന ആദ്യത്തെ സിനാരിയോ. ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തതിന് ശേഷം ദൊക്കാബി ആണെങ്കിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് ആ ട്രെയിനകത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ശരിക്കും പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ദൊക്കാബി അവിടെ നിന്ന് അപ്രത്യക്ഷമായി കഴിയുമ്പോൾ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. ഇനി വെറും 9 മിനിറ്റും 52 സെക്കൻഡുമാണ് അവരുടെ മുമ്പിലുള്ളത്. അതിനുള്ളിൽ ആ ട്രെയിനിലുള്ള ഏതെങ്കിലും ഒരു ജീവിയെ അവർ ഓരോരുത്തരും കൊല്ലണം. ഈ ഒരു കാര്യമായതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇതേ സമയം തന്നെ ദോഗ്ജ നോക്കുന്നത് ആ പയ്യനെയാണ്. അവൻ ഇപ്പോഴും ആ സീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നിന്റെ കൂടെ ആരും വന്നിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ എന്റെ കൂടെ ആരും ഇല്ല എന്നാണ് ആ പയ്യൻ പറയുന്നത്. അങ്ങനെ അവൻ ആ പയ്യനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അപ്പുറത്തെ ബോഗിയിൽ നിന്നൊരു ബഹളം കേൾക്കുന്നത്. ദോഗ്ജ ഇപ്പൊ അങ്ങോട്ട് നോക്കി. ഈ സമയം കുറെ ആൾക്കാർ ചേർന്നിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ നിലത്തിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൊല്ലാനാണ് അവർ ശ്രമിക്കുന്നത്. ആ സ്ത്രീ മറ്റാരുമല്ല, നേരത്തെ ദോഗ്ജയ്ക്ക് ഒരു ഓറഞ്ച് കൊടുത്തല്ലോ, ആ സ്ത്രീയായിരുന്നു അത്. അതിനിടയിൽ ഒരു ലേഡിയാണെങ്കിൽ പേടിച്ചതിൽ ഓടുന്നുണ്ട്. അവളിപ്പോ അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അവളെ കൊണ്ട് അത് തുറക്കാൻ സാധിക്കുന്നില്ല. ആ ഡോറിലായിട്ട് ഒരു പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ദോഗ്ജ അവളെ നോക്കുമ്പോഴാണ് അവൻ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കാണുന്നത്. അപ്പുറത്തെ കമ്പാർട്ട്മെന്റിലായിട്ട് അവൻ വായിച്ച ആ നോവലിലെ ഹീറോ നിൽക്കുന്നു, ആ യൂജുവും. അവനിപ്പം ആ കമ്പാർട്ട്മെന്റിൽ ഒരുത്തനെ കൊല്ലാണ്. അങ്ങനെ അയാളെ കൊന്നതിന് ശേഷം അവനും തിരിഞ്ഞു നോക്കി. അത് കണ്ടതും ദോഗ്ജയാണെങ്കിൽ പേടിച്ച് ഇപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. അപ്പൊ നോവലിലെ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം അവന് തീർച്ചയായി. പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ കായലിൽ നിന്നൊരു ഭീകരജീവി വന്നിട്ട് അതിന്റെ വാല് വെച്ച് ആ ട്രെയിൻ അടിക്കുകയാണ്. ഈ ഭീകരജീവിയുടെ പേര് ഇത്യോസർ എന്നാണ്. അങ്ങനെ ആ അടി കിട്ടിയതും ആ ട്രെയിനകത്തുള്ള എല്ലാ ആൾക്കാരും തെറിച്ചുപോയി. അങ്ങനെ എല്ലാവരും വീണ് കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ദോഗ്ജ എഴുന്നേറ്റു. അവനിപ്പോ ചിന്തിക്കുന്നത് ആ ദൊക്കാബി പറഞ്ഞ കാര്യമാണ്. ഓരോ ആൾക്കാരും ഓരോ ജീവികളെ കൊല്ലണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഓരോ മനുഷ്യരെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല. ഈ സമയം അവൻ നോക്കുമ്പോൾ അവന്റെ മുന്നിലായിട്ട് ആ ജില്ലിന്റെ ഉറുമ്പുകളുള്ള കൂട് കിടക്കുന്നുണ്ട്. അവൻ വേഗം തന്നെ ആ കൂടെടുത്തു. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഉറുമ്പിനെടുത്തിട്ട് ആ സാങ്ങയ്ക്ക് കൊടുക്കുകയാണ്. നീ ഇതിനെ കൊന്നു കളഞ്ഞേക്ക്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് അവൻ ആ കൂടുമായിട്ട് അവിടെ അടി കൂടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവനിപ്പോ അവരെ വിളിക്കുകയാണ്. എന്നാൽ ആരും അവനെ മൈൻഡ് ചെയ്യുന്നില്ല. അവരെല്ലാവരും ഇപ്പൊ പരസ്പരം കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വിളിച്ചിട്ട് അവർ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ദോഗ്ജ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ കൂട്ടിൽ നിന്ന് ഒരു ഉറുമ്പിനെടുത്ത് അങ്ങോട്ട് കൊന്നു കളഞ്ഞു. അതോടുകൂടെ അവിടെ ഒരു അനൗൺസ്മെന്റ് വരാണ്. ഈ ട്രെയിനിലെ ആദ്യത്തെ കൊലപാതകം നടന്നിരിക്കുന്നു. കൊലയാളിക്ക് ഇപ്പൊ 300 കോയിനുകൾ ലഭിക്കുന്നതാണ് എന്നാണ് ആ അനൗൺസ്മെന്റിൽ പറയുന്നത്. അതോടുകൂടെ ദോഗ്ജയുടെ അക്കൗണ്ടിലേക്ക് 300 കോയിൻസ് കയറി. ഇപ്പൊ ആ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ അവിടെ അടി കൂടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ സ്റ്റക്കായി. നീ എങ്ങനെയാണ് അത് ചെയ്തത് എന്നാണ് അവരിപ്പോ ദോഗ്ജയുടെ അടുത്ത് ചോദിക്കുന്നത്. അതേക്കുമ്പം ആ ദൊക്കാബി പറഞ്ഞ എന്താണ്, നമ്മൾ ഓരോരുത്തരും ഓരോ ജീവികളെ കൊല്ലണമെന്നാണ്, അല്ലാതെ ഓരോ മനുഷ്യരെ കൊല്ലണം എന്നത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ കയ്യില് ഒരു ഉറുമ്പിന്റെ കൂടാണുള്ളത്. ഇതിൽ ഇഷ്ടം പോലെ ഉറുമ്പുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇതിൽ ഓരോരോ ഉറുമ്പുകളെ കൊന്നാൽ മതി, പ്രശ്നം തീരും എന്നാണ് ദോഗ്ജ പറയുന്നത്. അവൻ അത് പറഞ്ഞു കഴിഞ്ഞതും എല്ലാവരും ഇപ്പൊ ഉറുമ്പുകളെ കിട്ടാൻ വേണ്ടി അവിടെ ബഹളം വെക്കുകയാണ്. എന്നാൽ അവൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും കൊല്ലാനുള്ള ഉറുമ്പുകളൊന്നും ആ കൂട്ടിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണം എന്ന് അവനൊരു ഐഡിയയും കിട്ടുന്നില്ല. ഈ സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട അവന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഹാൻ അങ്ങോട്ട് വരുന്നത്. നീ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, ഇതിനി എന്നെ ഏൽപ്പിച്ചേക്ക്, ഞാൻ ഉറുമ്പുകൾ എല്ലാവർക്കും കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഹാൻ ഇപ്പൊ അവന്റെ കയ്യിൽ നിന്നും ആ പെട്ടി മേടിക്കുകയാണ്. എന്നിട്ട് അയാൾ അപ്പുറത്തേക്ക് മാറിക്കഴിയുമ്പോൾ ബാക്കി എല്ലാവരും അയാളുടെ പുറകെ പോവുകയും ചെയ്തു. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ദോഗ്ജ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. നേരത്തെ കുറെ ആൾക്കാർ ചേർന്നിട്ട് അവൻ ആ ഓറഞ്ച് കൊടുത്ത ആ ലേഡി ഉപദ്രവിച്ചിട്ടില്ലായിരുന്നോ, അതിലെല്ലാവരും ഇപ്പോൾ അവിടുന്ന് പോയി. എന്നാൽ ഒരുത്തൻ മാത്രം ഇപ്പോഴും ആ ലേഡിയെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ദോഗ്ജ മറ്റൊരു കാര്യം കാണുന്നത്. അവന്റെ കയ്യിലായിട്ട് 2 ഉറുമ്പുകൾ ബാക്കിയുണ്ട്. അതിനെ കണ്ടതും അവൻ വേഗം ഓടി ചെന്നിട്ട് ആ ലേഡിയെ ചവിട്ടിക്കൊണ്ടിരിക്കുന്നവനെ പിടിച്ചു മാറ്റി. എന്നിട്ട് ദോഗ്ജ പറയുന്നത്, നീ എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത്, നിങ്ങൾക്ക് 2 പേർക്കും രക്ഷപ്പെടാനുള്ള ജീവികൾ എന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് ദോഗ്ജ ആ ഉറുമ്പുകൾ അവനെ കാണിച്ചു കൊടുത്തു. എന്നാൽ അവൻ ഉറുമ്പുകളെ വേണ്ട. അവൻ പറയുന്നത്, എനിക്ക് ഇതുപോലത്തെ പ്രാണികളെയൊന്നും കൊല്ലേണ്ട ആവശ്യമില്ല, ഞാൻ മനുഷ്യനെ കൊന്നിട്ട് ഈ സിനാരിയോ ജയിച്ചോളാം എന്നാണ് അവൻ പറയുന്നത്. അവൻ അത് പറഞ്ഞു കഴിയുമ്പോഴാണ് ദോഗ്ജ മറ്റൊരു കാര്യം ആലോചിക്കുന്നത്. ആ നോവലില് നായകനായ യൂജുങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ. യൂജുങ്ങിന് എപ്പോഴും 2 കൂട്ടാളികളുണ്ട്. അതിലൊരുത്തന്റെ പേര് കിം നാവൂൻ എന്നാണ്. ഇപ്പൊ തന്റെ മുന്നിൽ നിൽക്കുന്നത് ആ കിം നാവൂൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് എന്ന കാര്യം ദോഗ്ജയ്ക്ക് മനസ്സിലായി. അങ്ങനെ നാവൂൻ അവനെ തട്ടിമാറ്റിയതിനു ശേഷം വീണ്ടും ആ ലേഡി ഉപദ്രവിക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ ദോഗ്ജ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവര് തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി.
എന്നാൽ നാവുവിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായതും ഡോഗ്ജി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ എബിലിറ്റീസ് ഒക്കെ പുറത്തെടുക്കുകയാണ്. അതിൽ ശക്തിക്ക് വേണ്ടി 300 കോയിൻസ് അവൻ സ്പെൻഡ് ചെയ്തു. അതോടുകൂടെ അവൻ പവർഫുള്ളായി. അങ്ങനെ ഒറ്റയിടിക്ക് തന്നെ അവൻ നാവുവിനെ തെറിപ്പിച്ചു കളഞ്ഞു. എന്നാൽ തെറിച്ചു വീണെങ്കിലും നാവുൻ വീണ്ടും എഴുന്നേറ്റു. എന്നിട്ട് അവനിപ്പോൾ അവന്റെ എബിലിറ്റി പുറത്തെടുത്തിരിക്കുകയാണ്. ഈ എബിലിറ്റിനെ പറയുന്നത് ഗ്രിം ഡാർക്ക് അവേക്കനിങ് എന്നാണ്. അവന്റെ ദേഹത്തു നിന്നും ഒരു കറുത്ത പുക പോലൊരു സാധനം വരും. മാത്രമല്ല അവന് സൂപ്പർ സ്പീഡും കിട്ടും, സൂപ്പർ സ്ട്രെങ്ത്തും കിട്ടും. അങ്ങനെ പിന്നെ അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ കിം നാവോന് നല്ല പവർഫുൾ ആയതുകൊണ്ട് ഡോഗ്ജയ്ക്ക് അവന് മുമ്പിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഒറ്റയടിക്ക് തന്നെ നാവോൻ ഡോഗ്ജനെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് തെറിച്ചു വീണതിന് ശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഡോഗ്ജി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ നാവുവിനെ കീഴ്പ്പെടുത്തണം, അല്ലാന്നുണ്ടെങ്കിൽ അവൻ ആ ലേഡിയെ കൊല്ലും. പക്ഷെ അവൻ കൂടുതൽ പവർഫുൾ ആയതുകൊണ്ട് ഡോഗ്ജയ്ക്ക് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇനിയിപ്പോ എന്താണ് ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ അപ്പുറത്തെ ബഹളം കാണുന്നത്. ആ ആൾക്കാരൊക്കെ ആ ഉറുമ്പുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവരുടെ കയ്യിൽ നിന്നും ആ കൂട് താഴേക്ക് വീണു. ആ കൂടിനകത്തായിട്ട് ഉറുമ്പിന്റെ മുട്ടകൾ കളക്ട് ചെയ്ത് വെച്ച ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടായിരുന്നു. അതിപ്പോ നേരെ ഉരുണ്ടു വരുന്ന ഡോഗ്ജയുടെ അടുത്തേക്കാണ്. ഈ മുട്ടകൾ എന്ന് പറയുന്നതും ജീവികളാണല്ലോ. അതുകൊണ്ട് ഡോഗ്ജെ ഉടനെ തന്നെ അത് എടുത്തിട്ട് അവന്റെ കൈ വെച്ചിട്ട് അത് അങ്ങോട്ട് പൊട്ടിച്ചു കളഞ്ഞു. അതോടുകൂടെ ആ മുട്ടകളും പൊട്ടിപ്പോയി. അതിനെ തുടർന്ന് ഒരുപാട് കോയിനുകൾ അവന്റെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അങ്ങനെ അത്രയും കോയിൻ അവന് കിട്ടിക്കഴിയുമ്പോൾ അവന് 3000 കോയിൻ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് അവന്റെ സ്റ്റാമിന കൂട്ടി. ഈ സമയത്താണ് ആ നാവുന് അവന്റെ അടുത്തേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ഡോഗ്ജയ്ക്ക് ഒരു ഇടി കൊടുക്കുകയാണ്. എന്നാൽ നല്ല സ്റ്റാമിന ഉള്ളതുകൊണ്ട് അവൻ അത് ഏൽക്കുന്ന പോലുമില്ല. ഈ സമയം അവൻ വീണ്ടും ഒരു 3000 കോയിൻ കൂടെ ചെലവഴിച്ചിട്ട് അവന്റെ വേഗത കൂട്ടി. അങ്ങനെ അവന്റെ വേഗതയും സ്റ്റാമിനയും കൂടിയതുകൊണ്ട് ഇപ്പൊ നാവുന് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡോഗ്ജെ നാവുനെയും തൂക്കിയെടുത്ത് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. അങ്ങനെ നാവുൻ തെറിച്ച് താഴേക്ക് വീണു. ഈ സമയം അവനൊരു കാര്യം മനസ്സിലായി. എന്തായാലും അവന് ഡോഗ്ജനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ആ ദൊക്കാബി പറഞ്ഞ സമയം തീരാനായിട്ടുണ്ട്. ഇനി വെറും സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ അവനൊരു ജീവിയെ കൊല്ലണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ മരിച്ചു പോകും. അതുകൊണ്ട് എനിക്കൊരു ഉറുമ്പിനെ തരുമോ എന്നാണ് നാവുൻ ഇപ്പൊ ഡോഗ്ജയുടെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇല്ല നാവുൻ, ഇനി നീ ജീവിച്ചിരിക്കണ്ട എന്നാണ് ഡോഗ്ജ അതിന് മറുപടി പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ നാവുന് ശരിക്കും ദേഷ്യം വന്നു. എന്നാൽ ഇനി വളരെ കുറച്ച് സെക്കൻഡ് അവന് മുമ്പിൽ ബാക്കിയുള്ളൂ. അതിനു മുമ്പ് അവൻ ഒരാളെ കൊല്ലണം. അതിനുവേണ്ടി അവൻ നേരെ എഴുന്നേറ്റിട്ട് ആ ലേഡിയുടെ അടുത്തേക്കാണ് ഓടുന്നത്. എന്നാൽ അവൻ ആ ലേഡിയുടെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഡോഗ്ജി അങ്ങോട്ട് എത്തി. എന്നിട്ട് ഡോഗ്ജി ഇപ്പം ആ ലേഡി ഇങ്ങനെ കവർ ചെയ്ത് പിടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാവുന് ഇപ്പം ആ ലേഡി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നാവുൻ അവനെ ചവിട്ടുന്ന സമയത്ത് ഡോഗ്ജി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഉറുമ്പിനെടുത്തിട്ട് ആ ലേഡിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് അവരുടെ കൈ പിടിച്ചിട്ട് ഞെരിക്കുകയാണ്. അങ്ങനെ ദൊക്കാബി കൊടുത്ത 10 മിനിറ്റ് കഴിഞ്ഞു. ആ നാവുൻ ഇതുവരെയായിട്ട് ആരെയും കൊന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നാവുന്റെ മുഖത്ത് തുള വീഴാൻ തുടങ്ങി. ഇങ്ങനെ ഈ തുള വീണിട്ടാണ് ഈ ഗെയിമിൽ ഓരോ ക്യാരക്ടേഴ്സ് ഔട്ട് ആവുന്നത്. അങ്ങനെ മുഖത്ത് തുള വീണതും നാവുനാണെങ്കിൽ മരിച്ച് താഴേക്ക് വീഴുകയും ചെയ്തു. ഇതേ സമയം തന്നെ ആ ഉറുമ്പുകൾക്ക് വേണ്ടി അടികൂടുന്ന ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ കുറെ ആൾക്കാരൊന്നും ഉറുമ്പുകളെ കൊന്നിട്ടില്ല. അവരെല്ലാവരും ഇപ്പം മരിച്ചു വീഴാണ്. സാങ് ഉറുമ്പിനെ കൊന്നതുകൊണ്ട് അവക്കൊന്നും പറ്റിയിട്ടില്ല. പിന്നെ മറ്റേ ഹാൻ ഉണ്ടല്ലോ, അയാൾക്കൊന്നും പറ്റിയിട്ടില്ല. ഇതേ സമയം തന്നെ ഡോഗ്ജെ ആണെങ്കിൽ ആ ലേഡി എഴുന്നേപ്പിച്ചു. എന്നാൽ അവൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. അവൻ അവരുടെ കൈ പിടിച്ച് ഞെരിച്ചെങ്കിലും ആ ഉറുമ്പ് ഇതുവരെ ചത്തിട്ടില്ല. ഇപ്പൊ അവരുടെ സമയം തീർന്നു. അതോടുകൂടെ അവരുടെ മുഖത്ത് ആ തുള വീഴാണ്. അങ്ങനെ ആ സ്ത്രീ മരിച്ചത് കണ്ട് ഡോഗ്ജെ ആണെങ്കിൽ ശരിക്കും വിഷമത്തിലിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ ദൊക്കാബി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അതിപ്പം ബാക്കിയുള്ളവരുടെ അടുത്ത് വീണ്ടും കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ ഉറുമ്പുകളെ കൊന്ന് രക്ഷപ്പെട്ടല്ലേ? ഞാൻ വിചാരിച്ചത് നിങ്ങൾ മനുഷ്യരെ ആയിരിക്കും കൊല്ലാന്നാണ്. എങ്കിലും ഉറുമ്പുകളെ കൊന്നത് നമ്മുടെ നിയമങ്ങൾക്ക് എതിരൊന്നുമല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ കോൺസുലേറ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ സപ്പോർട്ടാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടെ സപ്പോർട്ട് നേടിയെടുക്കാം. അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാൻ വളരെ ഈസി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ദൊക്കാബി അവിടെ നിന്ന് അപ്രത്യക്ഷമാവാണ്. അങ്ങനെ ദൊക്കാബി അപ്രത്യക്ഷമായി കഴിയുമ്പോൾ വീണ്ടും അവരുടെ മുന്നിലായിട്ട് ഓരോ സ്ക്രീൻ തെളിഞ്ഞു വന്നു. അതിലുണ്ടായിരുന്നത് ആ കോൺസുലേറ്റേഴ്സിന്റെ പേരാണ്. ഇതിൽ ആർക്കും ഏത് കോൺസുലേറ്റേഴ്സിനെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. നേരത്തെ പറഞ്ഞല്ലോ, കോൺസുലേറ്റേഴ്സ് ഒക്കെ ആകാശത്ത് നിന്ന് ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരാൾ ഒരു കോൺസുലേറ്ററിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ കോൺസുലേറ്റർ പിന്നീടുള്ള സിനാരിയോസ് ഒക്കെ കളിക്കാൻ വേണ്ടി അവർ സഹായിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ആ സ്ക്രീൻ തെളിഞ്ഞു വന്നിരിക്കുന്നത്. എന്നാൽ ഈ സമയം ഡോഗ്ജെ ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇപ്പൊ ഒരു കോൺസുലേറ്ററുടെ സഹായം തേടിക്കഴിഞ്ഞാൽ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് അത് എളുപ്പമാവും എന്ന കാര്യം ഡോഗ്ജയ്ക്ക് അറിയാം. പക്ഷെ എന്നെങ്കിലും ഈ കോൺസുലേറ്റേഴ്സ് സഹായിച്ചാലുള്ള കടവും വീട്ടേണ്ടി വരും. അത് ഏത് രീതിയിലുള്ള കടമാണ് എന്ന കാര്യം നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഡോഗ്ജെ ഇപ്പം ആ കോൺസുലേറ്റേഴ്സിന്റെ സഹായം റിജക്ട് ചെയ്യാണ്. എന്നാൽ പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ ഇത്യോസർ എന്ന പേരുള്ള ഭീകര ജീവി ഉണ്ടല്ലോ, അത് വീണ്ടും അവിടുന്ന് പൊങ്ങി വന്നിട്ട് ആ ട്രെയിനിനെ വെള്ളത്തിലേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ താഴേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. അവർക്ക് അവിടെ മര്യാദയ്ക്ക് നിൽക്കാനും പറ്റുന്നില്ല. ഈ സമയത്താണ് ഒരു മിലിറ്ററിക്കാരൻ അങ്ങോട്ട് വരുന്നത്. അവൻ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ ആ ബോഗിയുടെ ഡോർ തുറക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്താണ് ഡോഗ്ജെ അവനെ കാണുന്നത്. ആ മിലിറ്ററിക്കാരനെ കണ്ടപ്പോൾ ഡോഗ്ജയ്ക്ക് ശരിക്കും അത്ഭുതമായി. കാരണം ഇവനും ആ നോവലിലുണ്ട്. നോവലിലെ നായകനായ യൂജുങ്ങിന്റെ കൂടെ 2 ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിലൊന്നായിരുന്നു ആ കിം നാവുൻ. അവനിപ്പോ മരിച്ചുപോയി. അതിൽ രണ്ടാമത്തെ ആൾ ഒരു മിലിറ്ററിക്കാരനായിരുന്നു. അവന്റെ പേര് ലീസങ് എന്നാണ്. അപ്പൊ അതേ കഥാപാത്രം തന്നെയാണ് ഇവൻ എന്ന കാര്യം ഡോഗ്ജയ്ക്ക് മനസ്സിലായി. ഈ സമയം ലീസങ് ആണെങ്കിൽ ആ ഡോറ് തുറക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അത് ജാം ആയതുകൊണ്ട് അവനെ കൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല. അത് കണ്ടതും ഡോഗ്ജെ വേഗം അവിടെ എഴുന്നേറ്റു. എന്നിട്ട് നിന്റെ സ്കില്ലുകൾ ഉപയോഗിക്കാനാണ് അവനിപ്പോ ലീസങ്ങിന്റെ അടുത്ത് പറയുന്നത്.
സ്കില്ലുകളെ കുറിച്ചിട്ട് ദോഗ്ജെ പറയുമ്പോഴാണ് ലീസങ്ങിനും അതിനെക്കുറിച്ച് മനസ്സിലാവുന്നത്. അങ്ങനെ വേഗം തന്നെ അവൻ അവന്റെ സ്കില്ലുകൾ ഉപയോഗിച്ചു. അതിനെ തുടർന്ന് അവൻ പവർഫുൾ ആയി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ ഡോർ തുറക്കുകയാണ്. അങ്ങനെ ഡോർ തുറന്നതിന് ശേഷം അവൻ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ദോഗ്ജയും കൂടെ പുറത്തേക്ക് ഇറങ്ങാണ്ട്. എന്നാൽ ഈ സമയത്ത് അവൻ നോക്കുമ്പോൾ നമ്മുടെ ആ ഉറുമ്പുകളെ പിടിച്ച പയ്യനുണ്ടല്ലോ ജില്ല്, അവൻ അവിടെ നിൽക്കുന്നുണ്ട്. ദോഗ്ജെ വേഗം ചെന്നിട്ട് ജില്ലിനെയും കൂടെ പൊക്കിയെടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ആ കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവർ ആ പാലത്തിലൂടെ മുന്നോട്ട് ഓടാൻ തുടങ്ങി. ഇപ്പൊ ദോഗ്ജയുടെ കൂടെയുള്ളത് ലീസങ്ങും സാങ്ങയും പിന്നെ ആ ജില്ലുമാണ്. അവർ 4 പേരും കൂടെ ഇപ്പൊ ഒരു ടീമായിട്ടുണ്ട്. അങ്ങനെ അവർ കുറെ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്. ആ ഇത്യോസർ എന്ന് പറഞ്ഞ ആ ജീവി ഉണ്ടല്ലോ, അതിപ്പോ വീണ്ടും പൊങ്ങി വന്നു. ഇപ്പോഴാണ് ആ ജീവി അവർ ശരിക്കും ഒന്ന് കാണുന്നത്. അത് വന്ന ഉടനെ തന്നെ ആ പാലത്തിന്റെ ഒരു ഭാഗം മൊത്തം തകർത്ത് കളയാണ്. അതിനുശേഷം അത് വെള്ളത്തിനടിയിലേക്ക് തന്നെ പോവുകയും ചെയ്തു. ഇനിയിപ്പം അവർക്ക് ആ പാലം ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത്. അവിടെ വീണ് നടക്കുന്ന ഒരു ബോഗി ഉണ്ടല്ലോ, അതിനകത്തായിരുന്നു അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മരിച്ച ആൾക്കാരൊക്കെ. ആ ബോഗി ഇപ്പൊ പൊങ്ങി വന്നു. അതിനുശേഷം പിന്നെ അത് താഴേക്ക് വീണു. അതോടുകൂടെ ആ മരിച്ച ആൾക്കാർക്കൊക്കെ ജീവൻ വെച്ചു. അവരെല്ലാവരും ഇപ്പൊ സോംബികളെ പോലെ ആയിരിക്കുകയാണ്. അങ്ങനെ ആൾക്കാരൊക്കെ ദോഗ്ജനെയും കൂട്ടരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കൂട്ടത്തോടെ അങ്ങോട്ട് ഓടി വരാൻ തുടങ്ങി. അത് കണ്ടതും ദോഗ്ജയും ലീസങ്ങും അവരുടെ അടുത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് അവർക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരെല്ലാവരും കൂടെ ഇവരെ 2 പേരെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അങ്ങനെ അവർ താഴേക്ക് വീണ് കഴിയുമ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ സാങ്ങയുണ്ടല്ലോ, അവളുടെ ഒരു സ്കില്ല് വർക്കായി. ഇവളുടെ എബിലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് നമ്മുടെ സ്പൈഡർമാനെ പോലെ വെബ് ഇടാൻ പറ്റും. എന്നാൽ അവളുടെ കയ്യിൽ നിന്ന് പോകുന്ന വെബല്ല, അത് ഒരു തരത്തിലുള്ള നൂലുകളാണ്. ഇപ്പൊ അവൾ ആ നൂല് വെച്ചിട്ട് ആ പാലത്തിന്റെ പൊളിഞ്ഞ ഭാഗം മൊത്തം കവർ ചെയ്തു. ഇനിയിപ്പോൾ അവർക്ക് അതിലെ ക്രോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ദോഗ്ജയും ടീമും ഇപ്പൊ ആ നൂലിന്റെ മുകളിലൂടെ ഓടാൻ തുടങ്ങി. ആ നോവല് വായിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം അവൻ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ലീസങ്ങിനും സാങ്ങയ്ക്കും കൊടുക്കുകയാണ്. ഉടനെ തന്നെ ഇവിടെ മൊത്തം വിഷവാതകം വരും. അത് ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോകണം. അത് ഇവിടെയുള്ള ഒരു സബ്വേ സ്റ്റേഷനാണ്. നമുക്കിനി അങ്ങോട്ടാണ് പോകേണ്ടത്. മാത്രമല്ല പോകുന്ന വഴിക്ക് കിട്ടുന്ന കോയിൻസ് മൊത്തം കളക്ട് ചെയ്തോ. കോയിൻസ് ഇല്ലാതെ നമുക്ക് ആർക്കും ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്നിങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളാണ് അവനിപ്പോൾ അവർക്ക് കൊടുക്കുന്നത്. എന്നാൽ ആ കാര്യം പറഞ്ഞു കഴിയുമ്പോഴാണ് അവൻ മറ്റൊരു കാര്യം ചിന്തിക്കുന്നത്. ആ നോവലിന്റെ നായകനും കൂട്ടരാൻ സബ്വേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതാണ് അവന്റെ മനസ്സിലേക്ക് പോയിരുന്നത്. ആ സബ്വേ സ്റ്റേഷനിലായിട്ട് ഒരു ഭീകര ജീവി വരും. അത് തീ തുപ്പുന്ന ഒരു ഡ്രാഗണാണ്. അങ്ങനെ നോവലിൽ ആ ഡ്രാഗൺ സബ്വേ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ നായകനായ യൂജുങ് അതുമായിട്ട് ഫൈറ്റ് ചെയ്തു. എന്നാൽ യൂജുങ്ങിന് ജയിക്കാൻ സാധിച്ചില്ല. ആ ജീവി അവനെ കൊന്നു കളഞ്ഞു. എന്നാൽ യൂജുങ്ങിന് മറ്റൊരു സ്കില്ലുണ്ട്. അതിന്റെ റിഗ്രഷൻ എന്നാണ് പറയുന്നത്. ആ സ്കില്ല് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ ആ ഗെയിം ആരംഭിച്ച സ്ഥലത്തേക്ക് തന്നെ എത്തും. പക്ഷെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നായകനില്ലാത്ത ലോകത്തുള്ള ബാക്കി എല്ലാവരും മരിച്ചു പോകും. ഇപ്പൊ ദോഗ്ജയും കൂട്ടരും സബ്വേ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം ദോഗ്ജയ്ക്ക് അറിയാം. അതായത് ആ ഡ്രാഗൺ അവിടെ വരും, അത് യൂജുങ്ങിനെ കൊല്ലുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ യൂജുങ് ഈ ഗെയിമിന്റെ തുടക്കത്തിലേക്ക് പോകും. ആ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദോഗ്ജയ്ക്കും ടീമിന് നിലനിൽപ്പുണ്ടാവത്തില്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പക്ഷെ ആ ഡ്രാഗനെ കീഴ്പ്പെടുത്താനുള്ള ഐഡിയ ഒന്നും ഇപ്പൊ ദോഗ്ജയ്ക്ക് അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവൻ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ആ യൂജുങ് ആയിരുന്നു. അവനിപ്പം ആ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ സമയത്താണ് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ഓടുന്നത്. അത് കണ്ടതും യൂജുങ് അവന്റെ അക്കൗണ്ടിൽ നിന്നും ഒരു വാളെടുത്തു. എന്നിട്ട് ഒരൊറ്റ വീശലിന് തന്നെ അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരെ മൊത്തം തീർപ്പിച്ച് കളയാണ്. അങ്ങനെ അവരുടെയൊക്കെ പണി നിർത്തിയതിനു ശേഷം യൂജുങ് നേരെ പോകുന്നത് ദോഗ്ജയുടെ അടുത്തേക്കാണ്. അവൻ ഇപ്പോഴും ആ പാലത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. സാങ്ങയും ലീസങ്ങും ജില്ലും ആണെങ്കിൽ ആ പാലത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ഇറങ്ങി. അവരിപ്പോഴും ദോഗ്ജനെ താഴേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ നിങ്ങൾ അവിടെ നിൽക്കുക, ഞാൻ ഇപ്പോൾ വരാം എന്നാണ് ദോഗ്ജ പറയുന്നത്. അങ്ങനെ യൂജുങ് ഇപ്പൊ ദോഗ്ജയുടെ അടുത്തെത്തി. ഈ ദോഗ്ജയ്ക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാം എന്ന കാര്യങ്ങളൊക്കെ യൂജുങ്ങിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ചോദിക്കുന്നത് നിനക്ക് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാമെന്നാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ ദോഗ്ജ ഒന്ന് സ്റ്റക്കായി. താൻ ഇതൊക്കെ നോവലിൽ വായിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഉറപ്പായിട്ടും വിശ്വസിക്കത്തില്ല എന്ന കാര്യം ദോഗ്ജയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവനോട് ഒരു കളവ് പറയാണ്. ഈ ഗെയിമിൽ എന്റെ എബിലിറ്റി എന്ന് പറയുന്നത് പ്രവചനമാണ്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ പ്രവചിക്കാൻ കഴിയും. ഇപ്പൊ നിന്റെ കാര്യത്തിൽ ഞാൻ കാണുന്നത് സബ്വേ സ്റ്റേഷനിൽ വെച്ച് നീ ഒരു ഡ്രാഗണുമായിട്ട് പോരാടി മരിക്കുന്നതാണ്. ആ സമയത്ത് നീ നിന്റെ റിഗ്രഷൻ സ്കില്ല് ഉപയോഗിച്ചു കഴിഞ്ഞാലും ഈ സിനാരിയോ പൂർത്തിയാക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്ക്, നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് ആ ഡ്രാഗണുമായിട്ട് പോരാടാം. എന്റെ കയ്യിൽ ചില ഐഡിയാസ് ഉണ്ട്, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രാഗണെ ജയിക്കാൻ പറ്റും എന്നാണ് ദോഗ്ജ പറയുന്നത്. എന്നാൽ അവൻ അങ്ങനെ പറഞ്ഞിട്ടും യൂജുങ് അത് വിശ്വസിക്കുന്നില്ല. അവൻ ഉടനെ തന്നെ ദോഗ്ജയുടെ കഴുത്തിൽ ഓടിക്കുകയാണ്. നിനക്കിപ്പോൾ ഇവിടെ നടക്കുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം എന്ന കാര്യം എനിക്ക് മനസ്സിലായി. എനിക്കൊരൊറ്റ കാര്യമാണ് അറിയേണ്ടത്. എന്താണ് ഈ ലോകത്തിന് സംഭവിക്കുന്നത്? എന്തിനാണ് മനുഷ്യരിങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് എന്നാണ് യൂജുങ് ചോദിക്കുന്നത്. എന്നാൽ അതെനിക്ക് അറിയത്തില്ല എന്നാണ് ദോഗ്ജ പറയുന്നത്. അതേക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീ സബ്വേ സ്റ്റേഷനിലേക്ക് വാ. അങ്ങനെ നീ വരികയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് പൊരുതണോ എന്ന കാര്യം ഞാൻ അപ്പം പറയാം എന്ന് പറഞ്ഞിട്ട് യൂജുങ് ദോഗ്ജനെ തള്ളിയ വെള്ളത്തിലേക്ക് ഇടാണ്. എന്നാൽ അവൻ ആ കായലിലേക്ക് വീണതും ആ ഇത്യോസർ പൊങ്ങി വന്നിട്ട് അവനെ പിടിച്ച് വീഴുകയും ചെയ്തു. അങ്ങനെ ദോഗ്ജ ഇപ്പം ആ ജീവിയുടെ വയറ്റിലെത്തി. ഈ സമയത്താണ് അവിടെ മറ്റൊരു സ്ക്രീൻ വരുന്നത്. അത് പുതിയൊരു സിനാരിയോ ആയിരുന്നു. ആ ഇത്യോസറിനെ കൊന്നിട്ട് അതിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് അതിൽ എഴുതി കാണിക്കുന്നത്.
പക്ഷെ ആ ജീവിയെ കൊല്ലാനുള്ള ആയുധങ്ങളൊന്നും അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവൻ. ഈ സമയത്താണ് ആ ദൊക്കാബി അങ്ങോട്ട് വരുന്നത്. ദൊക്കാബി കാണുമ്പോൾ ദോഗ്ജയ്ക്ക് ഒരു ഐഡിയ തോന്നി. ഈ ദൊക്കാബിയെ കൂടെ കൂട്ടുകയാണെങ്കിൽ അവന്റെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അവൻ ഇതിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതിനുവേണ്ടി ദോഗ്ജി ഇപ്പോൾ ഒരു ഐഡിയ പ്രയോഗിക്കുകയാണ്. അവനിപ്പോൾ ദൊക്കാബി അവന്റെ അടുത്തേക്ക് വിളിച്ചു. അതിനുശേഷം പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ പേര് ബീഹ്യോങ് എന്നല്ലേ, നിന്നെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും എനിക്കറിയാം. നിന്റെ ചാനൽ വഴിയല്ലേ ഇപ്പൊ ചില കോൺസുലേറ്റേഴ്സ് ഒക്കെ എന്റെ ഈ അവസ്ഥ കാണുന്നത്. എന്റെ ഈ അവസ്ഥ കണ്ട് ആ കോൺസുലേറ്റർമാരൊക്കെ സന്തോഷിച്ചുകൊണ്ടിരിക്കല്ലേ. പക്ഷെ നീ നിന്നെ കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നീ ദൊക്കാബികളുടെ രാജാവൊന്നുമല്ലല്ലോ. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ. നിന്റെ ആ ഒരു പൊസിഷൻ എനിക്ക് മാറ്റാൻ പറ്റും. അതിന് ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ അതിനു മുമ്പ് നീ ഇപ്പൊ സ്ട്രീം ചെയ്യുന്ന നിന്റെ ചാനൽ ഓഫ് ചെയ്യ് എന്നാണ് ദോഗ്ജെ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ദൊക്കാബിക്ക് ശരിക്കും അത്ഭുതമായി. ഇവൻ എങ്ങനെയാണ് തന്നെ കുറിച്ച് ഇത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത്? ഇവൻ പറയുന്ന പോലെ കേട്ട് കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവും എന്ന കാര്യം അതിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അതിപ്പോ മുകളിലേക്ക് പോയിട്ട് അതിന്റെ ചാനൽ തൽക്കാലത്തേക്ക് ഒന്ന് ഓഫ് ചെയ്യാണ്. ഇനിയിപ്പം ആ ജീവിയുടെ വയറ്റിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും കോൺസുലേറ്റർമാർക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ആ ചാനൽ ഓഫ് ചെയ്തതിനു ശേഷം ദൊക്കാബി ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്നു. ഈ സമയം ദോഗ്ജെ വീണ്ടും കാര്യങ്ങൾ പറയാണ്. ഞാൻ ആ ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് നീ കണ്ടായിരുന്നല്ലോ, ഉറുമ്പുകളെ ഉപയോഗിച്ചിട്ട്. അതുപോലെ ആ കിങ് നാവൂനെ ഞാൻ കൊന്നു കളഞ്ഞു. ഇനിയിപ്പം ഈ ജീവിയുടെ വയറ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും. അതിനുശേഷം ഞാൻ നേരെ പോകുന്നത് ആ സബ്വേ സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്നും ഞാൻ രക്ഷപ്പെടും. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ നിന്റെ ചാനൽ വഴി എക്സ്ക്ലൂസീവായിട്ട് ആ കോൺസുലേറ്റർമാർക്ക് കാണിച്ചു കൊടുക്കണം. അങ്ങനെ വരുമ്പം നിന്നിപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കോൺസുലേറ്റർമാരും ബാക്കിയുള്ള കോൺസുലേറ്റർമാരും നിന്റെ ചാനൽ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നിനക്ക് ഒരുപാട് സംഭാവനകളും കിട്ടും. അങ്ങനെ കുറേയൊക്കെ സംഭാവനകൾ നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നീ ആയിരിക്കും ദൊക്കാബികളുടെ രാജാവ് എന്നാണ് ദോഗ്ജെ പറയുന്നത്. അവൻ അത് പറഞ്ഞു കഴിയുമ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ് എന്ന കാര്യം ബീഹ്യോങ്ങിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബീഹ്യോങ് എന്ന് പറഞ്ഞ ദൊക്കാബി ഇപ്പം അവനുമായിട്ടൊരു ഡീൽ ഒപ്പിടുകയാണ്. അങ്ങനെ ആ ഡീലൊക്കെ ഒപ്പിട്ട് കഴിയുമ്പോഴാണ് അവർക്ക് അടുത്ത പ്രശ്നം വരുന്നത്. അവരിപ്പോൾ ആ ഇത്യോസർ എന്ന് പറഞ്ഞ ജീവി ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് അതിന്റെ വയറ്റിൽ നിന്ന് ആസിഡ് റിലീസ് ചെയ്യും. അത് അതിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ദോഗ്ജെ ദൊക്കാബിയുടെ അടുത്ത് പറയുന്നത് അവന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ്. ദൊക്കാബിയാണെങ്കിൽ അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ അക്കൗണ്ടിൽ നിന്നും ദോഗ്ജെ ചില മുള്ളുകൾ കളക്ട് ചെയ്തു. അവൻ ആ നോവൽ വായിച്ചപ്പം ഇതുപോലൊരു ഇത്യോസറിന്റെ അകത്ത് ആ യൂജുങ്ങും പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് അവൻ രക്ഷപ്പെട്ടത് ഇതുപോലത്തെ മുള്ളുകൾ ഉപയോഗിച്ചിട്ടാണ്. ആ മുള്ളുകൾ വെച്ച് ആ ഇത്യോസറിന്റെ ആ വയറിനകത്തുള്ള ആസിഡ് ലീക്ക് ആവുന്ന കുഴലുകളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ആ ജീവി അതോടെ മരിച്ചു പോകും. അങ്ങനെ വരുമ്പം അവന് പുറത്തു കിടക്കാനും പറ്റും. ആ ഒരു കാര്യമാണ് ദോഗ്ജെ ഇപ്പൊ ചെയ്യുന്നത്. ഇതേ സമയം തന്നെ യൂജുങ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ആ വെള്ളത്തിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ദോഗ്ജെ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ടോന്ന്. അവിടേക്ക് നോക്കുന്ന സമയത്ത് ദോഗ്ജെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവന്റെ മനസ്സിലേക്ക് വരുന്നത്. നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ആ ഡ്രാഗണിൽ നിന്ന് രക്ഷപ്പെടാമെന്ന്. എന്നാൽ ഇതുവരെയായിട്ടും ദോഗ്ജെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അവൻ വരാനും പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് യൂജുങ് അവിടുന്ന് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസമായി ദോഗ്ജെ ഇപ്പോഴും ആ ജീവിയെ കൊല്ലാൻ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവൻ ആ ജീവിയെ കൊന്നു. അത് കാണുമ്പോൾ ദൊക്കാബിക്ക് ശരിക്കും അത്ഭുതമായി. നീ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇതിനെ കൊന്നത് എന്നാണ് അത് ചോദിക്കുന്നത്. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ദോഗ്ജെ ഇപ്പോഴും അവന്റെ പണിയിൽ തന്നെയാണ്. അവനിപ്പം ആ ജീവിയുടെ വയറ്റിൽ നിന്നും അതിന്റെ ന്യൂക്ലിയസ് വെളിയിലേക്ക് എടുത്തു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അവനത് വെളിയിലേക്ക് എടുക്കുന്ന കാണുമ്പോൾ നിനക്ക് എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് ഈ ന്യൂക്ലിയസ് ഈ ജീവിയുടെ ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് എന്ന കാര്യം മനസ്സിലായി എന്നാണ് ദൊക്കാബി ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം, നീ ഒരു കാര്യം ചെയ്യ്, ഇത് നിന്റെ അക്കൗണ്ടിൽ ലേലത്തിന് വെക്കുക. പക്ഷെ അങ്ങനെ ഞഞ്ഞാമിഞ്ഞ സാധനത്തിനൊന്നും വിൽക്കാൻ നിൽക്കരുത്. ഈദർ ഓഫ് ഫെയ്ത്ത് എന്ന് പേരുള്ള ഒരു സാധനമുണ്ട്, അത് കിട്ടിയാൽ മാത്രം ഈ ന്യൂക്ലിയസ് വിറ്റാൽ മതി എന്നാണ് ദോഗ്ജെ പറയുന്നത്. ദൊക്കാബി ആണെങ്കിൽ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ ന്യൂക്ലിയസ് എടുത്ത് അവന്റെ അക്കൗണ്ടിൽ ലേലത്തിന് വെക്കുകയാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി അവർക്ക് ഉടനെ തന്നെ വെളിയിലേക്ക് ഇറങ്ങണം. അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ദോഗ്ജെ ആ ദൊക്കാബിയുടെ അടുത്ത് പറയാണ്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്ത് പോവാം, പക്ഷെ ഞാൻ വിളിക്കുമ്പം അപ്പം തന്നെ നീ എൻ്റെ അടുത്തേക്ക് വരണം എന്നാണ് ദോഗ്ജെ പറയുന്നത്. ദൊക്കാബി ആണെങ്കിൽ സമ്മതിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ദൊക്കാബി ഇപ്പം അവൻ ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ അവന് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ദോഗ്ജെ ഗിഫ്റ്റുകളൊക്കെ നോക്കുമ്പോൾ അതിനകത്തൊരു മാസ്ക് ഉണ്ടായിരുന്നു. അവൻ അതും വെച്ചുകൊണ്ട് വേഗം തന്നെ ആ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം അവന് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. അതെല്ലാം ആ കോൺസുലേറ്റേഴ്സ് ആണ് അവനെ സ്പോൺസർ ചെയ്യാന്നും പറഞ്ഞിട്ട്. എന്നാൽ ഒറ്റ കോൺസുലേറ്ററിനെ പോലും അവൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവർ നേരെ പോകുന്നത് ആ സബ്വേ സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ സബ്വേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ദോഗ്ജെ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് കയറി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവൻ അവിടെ ചാരിയിരിക്കുന്ന ഒരു ലേഡിയെ കാണുന്നത്. അവൾക്ക് തീരെ വയ്യ. അവൻ അവളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടുത്തെ ചില്ലിന്റെ അപ്പുറത്തായിട്ട് ഒരു ഭീകരം പ്രാണി വരുന്നത്. അതിപ്പോ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കണ്ടതും ദോഗ്ജെ ആ ലേഡിയെ പൊക്കിയെടുത്തിട്ട് വേഗം അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ആ പ്രാണി അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവനൊരു റൂമിന്റെ അകത്തേക്ക് കയറി വേഗം തന്നെ അവിടുത്തെ ഷട്ടർ താത്താണ്. അതുകൊണ്ട് തന്നെ ആ പ്രാണിക്ക് ഇപ്പോൾ അവരെ കിട്ടുന്നില്ല. അങ്ങനെ ആ പ്രാണിയിൽ നിന്ന് രക്ഷപ്പെട്ട സമാധാനത്തിലിരിക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഒരു ടീം വരുന്നത്. അവർ വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത്, നീ എന്തിനാണ് ഈ ലേഡി എങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? ഇവളുടെ പണി ഞങ്ങൾ തീർത്താണല്ലോ, എന്നിട്ട് നീ ഇവളെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നോ എന്നാണ് അവർ ചോദിക്കുന്നത്. അവരിപ്പോൾ ആ ലേഡിയുടെ പേരും ഇപ്പൊ പറയുന്നുണ്ട്. ജിയോങ് എന്നാണ് അവളുടെ പേര്. ആ പേര് കേൾക്കുമ്പോഴാണ് ദോഗ്ജയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഈ ജിയോങ് എന്ന പേരിൽ ഈ ലേഡിയും ആ നോവലിലുണ്ടായിരുന്നു. എന്നാൽ നോവലിൽ അവൾ ആ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് മരിച്ചുപോയി. ഇപ്പൊ അവന്റെ അടുത്തേക്ക് വന്ന അതേ ടീം തന്നെയാണ് അവളെ കൊന്നു കളഞ്ഞത്.
എന്നാൽ റിയൽ ലൈഫിൽ അവൾ ഇതുവരെയായിട്ടും മരിച്ചിട്ടില്ല. എന്നാൽ ഇപ്പൊ അവന്മാർ അവളെ കൊല്ലാൻ വേണ്ടി വീണ്ടും വന്നിരിക്കുകയാണ്. അത് മനസ്സിലായതും ഡോഗ്ജെ എഴുന്നേറ്റിട്ട് ഒരു 1500 കോയിൻ മുടക്കി അവന്റെ ശക്തി വർദ്ധിപ്പിച്ചു. അതിനുശേഷം അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങോട്ട് വരുന്നത്. രാഷ്ട്രീയക്കാരൻ അങ്ങോട്ട് വന്ന് പറയുമ്പോൾ അവന്മാരാണെങ്കിൽ ഫൈറ്റൊക്കെ മതിയാക്കിയിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സമയം അവൻ ഓർക്കുന്നത് ആ രാഷ്ട്രീയക്കാരനെ കുറിച്ചാണ്. ഇതേപോലത്തെ ഒരു ക്യാരക്ടർ ആ നോവലിലുണ്ട്. എന്നാൽ ഇപ്പൊ അവന് അയാൾ ആരാണെന്നുള്ള കാര്യം ഓർമ്മ വരുന്നില്ല. അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് അവന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ സാങ്ങയും ലീസങ്ങും അങ്ങോട്ട് വരുന്നത്. അവരെ വീണ്ടും കാണുമ്പോഴാണ് ഡോഗ്ജയ്ക്ക് ശരിക്കും ആശ്വാസമാവുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സാങ്ങ ഇപ്പം ഡോഗ്ജയ്ക്ക് പറ്റിയ മുറിവുകളൊക്കെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. അതിനിടയിൽ അവൾ ആ രാഷ്ട്രീയക്കാരന്റെ കാര്യം അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇയാൾ നല്ലൊരു മനുഷ്യനാണ്. ഇവിടെ ഉയർന്ന പോയിന്റുള്ള ആൾക്കാരൊക്കെ അയാൾ പുറത്തേക്ക് പറഞ്ഞു വിടും വേട്ടയാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവന്മാർ കുറെ കോയിനുകളൊക്കെ കളക്ട് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഈ രാഷ്ട്രീയക്കാരൻ പറഞ്ഞിട്ട് അവരെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ചില നല്ല കാര്യങ്ങളാണ് ഈ രാഷ്ട്രീയക്കാരൻ ചെയ്യുന്നത് എന്നാണ് അവളിപ്പോൾ ഡോഗ്ജയുടെ അടുത്ത് പറയുന്നത്. ഈ സമയത്താണ് അവിടുത്തെ തൂണുകളിലായിട്ട് കുറച്ച് പാറ്റകൾ വരുന്നത്. അതിനെ കണ്ടതും സാങ് അവിടുന്ന് ഞെട്ടി എഴുന്നേറ്റു. ഈ പാറ്റകൾ വരാൻ കാരണം ആ ജിൽ എന്ന പയ്യനാണ്. അവന്റെ എബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ 2 ചൂണ്ടുവിരലും അവന്റെ തലയിലേക്ക് പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ ജീവികളുമായിട്ട് അവന് സംസാരിക്കാൻ പറ്റും. മാത്രമല്ല അവൻ വിളിച്ചു കഴിഞ്ഞാൽ അവറ്റകൾ അടുത്തേക്ക് വരികയും ചെയ്യും. ഇതാണ് അവന്റെ സ്കിൽ. അവനിപ്പോൾ ആ പാറ്റകൾ ഇങ്ങോട്ട് വിളിച്ചു കാണുമ്പോൾ നിന്നോട് ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ ജീവികൾ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് എന്നാണ് സാങ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇതെന്റെ സ്കില്ലല്ലേ, ഈ ജീവികളാണ് എന്റെ കൂട്ടുകാർ, ഞാൻ അവരോട് സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ് എന്നാണ് ആ പയ്യൻ പറയുന്നത്. ഈ സമയത്താണ് ലീസിംഗ് ഡോഗ്ജയുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത്. ആരാണ് നിന്നെ അറ്റാക്ക് ചെയ്ത മനുഷ്യൻ, എന്തിനാണ് അവൻ നിന്നെ പിടിച്ചിട്ട് താഴേക്കിട്ടത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവനിപ്പോൾ ഒരു കളവ് പറയാണ്. അവൻ എന്റെ പഴയൊരു ഫ്രണ്ടാണ്. അവൻ എന്നെ എപ്പോൾ കാണുമ്പോഴും ഇതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യും. അവൻ ഈ സബ്വേ സ്റ്റേഷനിലേക്ക് വന്നില്ലേ, ഇവിടെ അവൻ എന്താണ് ഒപ്പിച്ചത് എന്നാണ് ഡോഗ്ജെ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ ഇങ്ങോട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്നാണ് സാങ് പറയുന്നത്. അവൾ അത് പറയുമ്പോൾ അവനൊരു ഞെട്ടലായിരുന്നു. ഇപ്പൊ അവൻ ആലോചിക്കുന്നത് അവൻ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തതെന്നാണ്. ആ നോവലിൽ പറയുന്ന പ്രകാരം ഈ സമയത്ത് യൂജുങ് ആ സബ്വേ സ്റ്റേഷനിൽ ഇരിക്കേണ്ടതാണ്. എന്നിട്ട് ഇതുവരെയായിട്ട് അവൻ വന്നിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും ആലോചിക്കുമ്പോഴാണ് അവന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. അവനിപ്പോൾ സാങ്ങയുടെ അടുത്ത് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ സബ്വേ സ്റ്റേഷനിലെ സിനാരിയോ തീർത്തിട്ടില്ല എന്നാണ്. അത് കേൾക്കുമ്പോൾ ഈ സിനാരിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ഇവിടുത്തെ തുരങ്കത്തിലേക്ക് പോയി. എന്നാൽ അവരാരും തന്നെ ഇതുവരെയായിട്ടും തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ടും ബാക്കി ആരും പോയിട്ടില്ല എന്നാണ് സാങ് പറയുന്നത്. അവൾ അതും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ അവനിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇനിയിപ്പം ഈ സബ്വേ സ്റ്റേഷനിൽ ഒരു സിനാരിയോ ഉണ്ട്, അത് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യൂജുങ് ഇതുവരെയായിട്ട് ഇവിടേക്ക് എത്താത്തത്. അവൻ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് അപ്പുറത്തു നിന്നും കുറെ ആൾക്കാർ ഒരു കാര്യം വിളിച്ചു പറയുന്നത്. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ സബ്വേ സ്റ്റേഷനിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും 100 കോയിനുകൾ സ്പെൻഡ് ചെയ്യണം. ഇതിനെ സർവൈവൽ ഫീസ് എന്നാണ് പറയുന്നത്. അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ കോയിനുകൾ ഇല്ലെങ്കിൽ ആ ആൾക്കാരൊക്കെ തുരങ്കത്തിലേക്ക് പോയിട്ട് ആ സിനാരിയോ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ ഇന്നത്തെ ദിവസം അവസാനിക്കാൻ ഇനി 3 മണിക്കൂറേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ 100 കോയിൻ ചെലവഴിക്കേണ്ടതാണ് എന്നാണ് അവർ പറയുന്നത്. അവരാ കാര്യമൊക്കെ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോൾ ഡോഗ്ജെ ചിന്തിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ചാണ്. കാരണം അവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഡെയിലി 100 കോയിനൊന്നും ചെലവാക്കാൻ കഴിയത്തില്ല. അവരുടെ കയ്യിൽ അതില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും മരിക്കാൻ പോവാണ്. ആ കാര്യത്തെക്കുറിച്ചാണ് അവനിപ്പോൾ ചിന്തിക്കുന്നത്. ഈ സമയം അവൻ ആ റെയിൽവേ ട്രാക്കിലേക്ക് നോക്കുമ്പോൾ കുറെ ആൾക്കാർ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട്. ഇവരെല്ലാവരും കോയിനുകൾ ഇല്ലാത്തതുകൊണ്ട് ആ തുരങ്കത്തിലേക്ക് പോയി അവിടെയുള്ള ഭീകരജീവികളുമായിട്ട് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ്. എന്നാൽ എല്ലാവരും മരിച്ചു. ഇനിയിപ്പം കോയിനുകൾ ഇല്ലാത്ത അവന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കും ഇതേ വിധി തന്നെയാണ് വരാൻ പോകുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കൂട്ടം ആൾക്കാർ അവൻ്റെ അടുത്തേക്ക് വരുന്നത്. നിന്റെ കയ്യിൽ കുറെ കോയിനുകൾ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടല്ലോ, നിനക്കത് ഞങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തന്നൂടെ എന്നാണ് അവർ ചോദിക്കുന്നത്. അവരെല്ലാവരും കൂടെ കൂട്ടത്തോടെ വന്നിട്ട് ആ ഒരു ആവശ്യം പറയുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. നിങ്ങളോട് ആരാണ് എൻ്റെ കയ്യിൽ ഇത്ര കോയിൻ ഉണ്ടെന്ന് പറഞ്ഞത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അവൻ അത് ചോദിച്ചു കഴിയുമ്പോഴാണ് ആ രാഷ്ട്രീയക്കാരൻ അങ്ങോട്ട് വരുന്നത്. അയാളിപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്ന് പറയുന്നത് നിന്റെ കയ്യിൽ കോയിനുകൾ ഉണ്ട് എന്ന കാര്യം എനിക്കറിയാം. നിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആ ഹാൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാളാണ് ആ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനിപ്പോൾ നിന്നോട് അപേക്ഷിക്കുകയാണ്, നമ്മുടെ കൂട്ടത്തിൽ 20 ആൾക്കാർക്ക് ഇന്ന് സർവൈവൽ ഫീസ് അടയ്ക്കാനുള്ള സെറ്റപ്പ് ഇല്ല. അതുകൊണ്ട് നീ അവരെ സഹായിക്കണം എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ അയാൾ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ അവനിപ്പം ആ രാഷ്ട്രീയക്കാരനെ മനസ്സിലായി. ഇയാളുടെ പേര് ചിയോൺ എന്നാണ്. ഇയാൾ ആ കോൺസുലേറ്റേഴ്സിന്റെ ആളാണ്. അതായത് ആ കോൺസുലേറ്റേഴ്സിന് വേണ്ടിയിട്ട് അയാളുടെ മനുഷ്യരൂപം ഉപേക്ഷിച്ചിട്ട് ഒരു രാക്ഷസനായിട്ട് മാറിയതാണ്. അതിലിപ്പോൾ അയാൾ മനുഷ്യരൂപത്തിലാണ് നിൽക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇയാൾ ഒരു രാക്ഷസനാണ്. അപ്പൊ തന്റെ കയ്യിലുള്ള കോയിനൊക്കെ അടിച്ചു മാറ്റാനാണ് അയാൾ ശ്രമിക്കുന്നത് എന്ന കാര്യം ഡോഗ്ജയ്ക്ക് മനസ്സിലായി. എന്നാൽ അയാളെ പിണക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ മറ്റൊരു ഡീല് പറയാണ്. ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കോയിനുകൾ തന്നെന്ന് വെച്ചാലും നാളെ അതെനിക്ക് തരാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാനും എൻ്റെ ടീമും ആ തുരങ്കത്തിലേക്ക് പോയിട്ട് അവിടുത്തെ ഭീകരജീവികളുമായിട്ട് ഫൈറ്റ് ചെയ്യാം. എന്നിട്ട് ഈ സിനാരിയോ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് ഡോഗ്ജെ പറയുന്നത്. അവൻ അത് പറഞ്ഞു കഴിയുമ്പം ആ ചിയോൺ അവനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. കാരണം അയാൾ ആഗ്രഹിച്ചതും അവനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ സമയം അയാൾ ആലോചിക്കുന്നത് അയാളും ടീമും നടത്തിയ ഒരു മീറ്റിങ്ങിനെ കുറിച്ചാണ്. ആ മീറ്റിംഗിൽ ഈ ഡോഗ്ജയുടെ ഓഫീസിലുണ്ടായിരുന്ന ഹാനു ഇരിക്കുന്നുണ്ട്. ഇയാളും ഇയാളുടെ ടീമുമാണ് നമ്മൾ നേരത്തെ കണ്ട ജിയോങ്ങിനെ കൊല്ലാൻ ശ്രമിച്ചത്. ജിയോൺ ഈ മീറ്റിംഗിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ആ ഡോഗ്ജയുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ കോയിൻ ഇരിക്കുന്നത്. പക്ഷെ അവൻ ഒരിക്കലും ആ കോയിൻസ് ഒന്നും ഷെയർ ചെയ്യാൻ പോകുന്നില്ല.
അതിനു പകരം അവൻ ഈ സിനാരിയോ കംപ്ലീറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക. എന്നാൽ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഒരിക്കലും അവൻ ഈ സിനാരിയോ കംപ്ലീറ്റ് ചെയ്യത്തില്ല. അവിടെ വെച്ച് അവൻ മരിച്ചു പോകും. അങ്ങനെ വരുമ്പോൾ അവന്റെ കയ്യിലുള്ള മുഴുവൻ കോയിൻസും നമുക്ക് എടുക്കാം എന്നാണ് അയാൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞ ഇയാളും ഇയാളുടെ ടീമും ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആ സിനാരിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആ തുരങ്കത്തിലേക്ക് പറഞ്ഞു വിടും. ആ ഫൈറ്റിൽ അവർ മരിക്കുകയും ചെയ്യും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ശരീരത്തിൽ നിന്നും കോയിൻസ് വെളിയിലേക്ക് വരും. അതെല്ലാം ഇവന്മാർ എടുക്കുകയും ചെയ്യും. ഇതാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ദോഗ്ജയും ടീമും ഇപ്പോൾ ആ ഭീകര ജീവികളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ആ തുരങ്കത്തിലേക്ക് പോവാണ്. അവനിപ്പോൾ ഒരു കുന്തവും കയ്യിലെടുത്തിട്ടുണ്ട്. ഈ സമയം ആ ജിയോങ് എന്ന് പറഞ്ഞ ലേഡി ഉണ്ടല്ലോ, അവളെയും ഇവർ കൂടെ കൂട്ടിയിട്ടുണ്ട്. അവളും ഇപ്പൊ ഇവരുടെ ടീമിലാണ്. അങ്ങനെ കുറെ പോയി അവരിപ്പോ ആ തുരങ്കത്തിന് ഒരു സ്ഥലത്തേക്ക് എത്തി. എന്നാൽ അവിടെ മൊത്തം ഇരുട്ടാണ്. ഒന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല. ആ ജീവികൾ ഇപ്പൊ എവിടെയാണുള്ളത് എന്ന കാര്യം അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദോഗ്ജയ്ക്ക് ഒരു ഐഡിയ തോന്നുന്നത്. അവൻ ഉടനെ തന്നെ ജില്ലിന്റെ അടുത്തൊരു കാര്യം പറയാണ്. നീ നിന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ആ ജീവികൾ എവിടെയാണുള്ളതെന്ന് നോക്കാനാണ് അവനിപ്പോ ജില്ലിന്റെ അടുത്ത് പറയുന്നത്. അതിനെ തുടർന്ന് ജില്ലിപ്പോ അവന്റെ 2 ചൂണ്ടുവിരലും അവന്റെ തലയുടെ മുകളിലേക്ക് വെച്ചു. അവൻ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ആ ഏരിയയിലേക്ക് ഇഷ്ടം പോലെ മിന്നാമിനികൾ വരികയാണ്. അവരൊക്കെ ഇപ്പൊ ജില്ലിന്റെ അടുത്ത് പറയുന്നത് ആ ജീവികൾ നിങ്ങളുടെ തൊട്ടടുത്തെത്തിയെന്നാണ്. അങ്ങനെ മിന്നാമിനികൾ പറഞ്ഞ പോലെ തന്നെ ആ ജീവികളൊക്കെ വളരെ വേഗത്തിൽ അവരുടെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഫൈറ്റാണ്. അങ്ങനെ ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലൊരു ജീവി സാങ്ങിയെ അവിടുന്ന് പിടിച്ചോണ്ട് പോകുന്നത്. അത് കണ്ടതും അവർ വേഗം ആ ജീവിയുടെ പുറകെ ഓടി. അങ്ങനെ കുറെ ഓടി അവരിപ്പോ ഒരു ട്രെയിനിന്റെ അകത്തെത്തി. അങ്ങനെ വേഗം തന്നെ അവർ ആ ട്രെയിനും ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോവാണ്. അങ്ങനെ അവർ എത്തിച്ചേരുന്നത് ഒരു വലിയ തുരങ്കത്തിനകത്താണ്. അതിനകത്ത് മറ്റൊരു ഭീകരജീവി നിൽക്കുന്നുണ്ട്. ഇതിനെ പറയുന്നത് വാർഡൻ ഓഫ് ഡാർക്ക് എന്നാണ്. അതങ്ങോട്ട് വരുന്നത് കണ്ടതും ലീസങ് ഓടി ചെന്നിട്ട് അതുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് ആ ജീവി പെട്ടെന്ന് മുകളിലേക്ക് പോകുന്നത്. അതിനുശേഷം അതിപ്പോൾ അതിന്റെ ഒരു സ്കില്ല് പ്രയോഗിച്ചു. ഇതിനെ പറയുന്നത് ഇല്യൂഷണറി പ്രിസൺ എന്നാണ്. അങ്ങനെ ആ ജീവി ആ സ്കില്ല് പ്രയോഗിച്ചതിനെ തുടർന്ന് കുറെ കൈകൾ ഇങ്ങനെ പറന്നു വരാൻ തുടങ്ങി. ആ കൈകൾ അങ്ങോട്ട് വരുമ്പോൾ തന്നെ ദോഗ്ജയ്ക്ക് കാര്യം മനസ്സിലായി. അതായത് ഈ ഇല്യൂഷണറി പ്രിസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈകൾ വന്നിട്ട് ഒരാളുടെ ശരീരത്തിന് ബന്ധിക്കും, എന്നിട്ട് മാനസികമായിട്ട് അവരെ തകർക്കുകയും ചെയ്യും. ഇതാണ് ഈ ഇല്യൂഷണറി പ്രിസണിൽ നടക്കുന്നത്. അങ്ങനെ ആ കൈകൾ ആദ്യം വന്നിട്ട് പിടിക്കുന്നത് ആ ജിയോങ്ങിനെയാണ്. അങ്ങനെ അവളുടെ ശരീരം ബന്ധിച്ചതിന് ശേഷം അത് അവളെ മാനസികമായിട്ട് തകർക്കാൻ തുടങ്ങി. ഈ സമയം അവൾക്ക് ഓർമ്മ വരുന്നത് ആ ചിയോണും കൂട്ടരും അവളെ ഉപദ്രവിച്ച കാര്യമാണ്. അവൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് ദോഗ്ജ അങ്ങോട്ട് വന്നിട്ട് ആ കൈകളൊക്കെ തട്ടി മാറ്റുന്നത്. അതോടുകൂടെ അവൾ ആ പ്രിസണിൽ നിന്ന് റിലീസ് ആവുകയും ചെയ്തു. അങ്ങനെ അടുത്തതായിട്ട് ആ കൈകൾ പോകുന്നത് ജില്ലിന്റെ അടുത്തേക്കാണ്. എന്നാൽ അത് അവനെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ ദോഗ്ജ അവൻ അവിടുന്ന് പിടിച്ചു മാറ്റി. ഈ സമയം ആ കൈകൾ നേരെ പോയിരിക്കുന്നത് ലീസങ്ങിന്റെ അടുത്തേക്കാണ്. ഉടനെ തന്നെ ആ കൈകൾ ലീസങ്ങിനെ പിടിക്കുകയും ചെയ്തു. എന്നിട്ട് ആ കൈകൾ ഇപ്പം അവനെ നിലത്തേക്ക് കടത്തി അവനെ പിടിച്ചിങ്ങനെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും ദോഗ്ജ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് ഓടി. എന്നിട്ട് ആ കുന്തം വെച്ച് ആ കൈനെ ഇങ്ങനെ തട്ടി മാറ്റാനാണ് അവനിപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ അവനെ കൊണ്ട് അത് സാധിക്കുന്നില്ല. അവൻ അവിടുന്ന് പുറകിലേക്ക് തെറിച്ചു വീണു. മാത്രമല്ല അവൻ ആ കുന്തം വെച്ചിട്ട് ആ കൈനെ കുത്തിയപ്പം അതിൽ നിന്നും ചില കല്ലുകൾ അങ്ങോട്ട് തെറിച്ചു വീഴുന്നുണ്ട്. ഈ സമയം അവൻ നോക്കുമ്പോൾ ആ വാർഡൻ ഓഫ് ഡാർക്ക് ഇപ്പൊ അവന്റെ മുന്നിൽ നിൽക്കുകയാണ്. അതിപ്പം വേറെയും കുറെ ജീവികൾ അവന്റെ അടുത്തേക്ക് അയച്ചു. അത് കണ്ടതും അവൻ വേഗം തന്നെ ആ ദൊക്കാബിയെ വിളിക്കുകയാണ്. എന്നിട്ട് അവൻ ദൊക്കാബിയുടെ അടുത്ത് പറയുന്നത് നിന്റെ അക്കൗണ്ടിൽ നിന്നും ആ വൈറ്റ് സ്റ്റാറിനെ ഇങ്ങോട്ട് എടുക്കുന്നതാണ്. അതൊരു തരത്തിലുള്ള പ്യുവർ ആയിട്ടുള്ള ഒരു എനർജിയാണ്. എന്നാൽ അവനത് പറയുമ്പോൾ ദൊക്കാബി പറയുന്നത് ആ വൈറ്റ് സ്റ്റാർ എടുക്കണം എന്നുണ്ടെങ്കിൽ 50,000 കോയിൻ വേണം. പക്ഷെ എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ 49,000 കോയിനെ ബാക്കിയുള്ളൂ. 1000 കോയിൻ കൂടെ ഇനി ആവശ്യമുണ്ട് എന്നാണ് ദൊക്കാബി പറയുന്നത്. അത് കേട്ടതും ദോഗ്ജ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരുന്ന ജീവികളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഓരോ ജീവികളെ കൊല്ലുമ്പോഴും അവൻ 200 കോയിൻസ് വെച്ച് കിട്ടി. അങ്ങനെ ആ കോയിൻസ് എല്ലാം കൂടെ കൂടി കഴിയുമ്പോൾ ഇപ്പൊ 50,000 കോയിനായി. അതോടുകൂടെ അവൻ ആ വൈറ്റ് സ്റ്റാർ കിട്ടുകയും ചെയ്തു. അങ്ങനെ ആ വൈറ്റ് സ്റ്റാർ കിട്ടിക്കഴിയുമ്പോൾ അവൻ അതിന്റെ എനർജി എടുത്ത് അവന്റെ കയ്യിലുള്ള ആ കുന്തത്തിലേക്ക് ആക്കാണ്. എന്നിട്ട് അവൻ ആ കുന്തവുമായിട്ട് ഒറ്റ ചാട്ടത്തിൽ തന്നെ ആ ജീവിയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അത് വെച്ചിട്ട് അവൻ ആ ജീവിയുടെ വയറ്റിന് കുത്തുകയാണ്. അതോടുകൂടെ വാർഡൻ ഓഫ് ഡാർക്ക് എന്ന് പറയുന്ന ആ ഭീകരജീവി ചത്തുവീഴുകയും ചെയ്തു. അങ്ങനെ ആ ജീവിയെ കൊന്നു കളഞ്ഞതിന് ശേഷം അവൻ നേരെ പോകുന്നത് അവിടെ വീണടക്കുന്ന ലീസങ്ങിന്റെ അടുത്തേക്കാണ്. എന്നാൽ ലീസങ് ഇപ്പോഴും ആ ഇല്യൂഷണറി പ്രിസണിലാണ്. ഈ സമയം അവന്റെ മനസ്സിലേക്ക് വരുന്നത് എല്ലാ കാലത്തും അവനെ വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ്. അതായത് ഇവന്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു. അബദ്ധവശാൽ ഒരു ഗ്രനേഡ് താഴേക്ക് കൊണ്ട് പൊട്ടി. അതിൽപ്പെട്ട് അവന്റെ ആ കൊളീഗ് മരിക്കുകയും ചെയ്തു. ഈ ലീസങ്ങിനെ അവനെ രക്ഷിക്കണം എന്നായിരുന്നു. എന്നാൽ അവനെ കൊണ്ട് അത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സംഭവത്തിന് ശേഷം ഏത് സമയത്തും ആ വേദനയാണ് അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അവൻ അത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്നാൽ എല്ലാ സമയത്തും പോലെയല്ല. ഇപ്പൊ ആ പ്രിസണിലായതുകൊണ്ട് ലീസങ്ങിന് അത് റിയൽ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ അവൻ ആ ഒരു ഓർമ്മയിലായതുകൊണ്ട് അവരിപ്പോ നിൽക്കുന്ന ടണലും പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. എന്നാൽ അത് പൂർണ്ണമായിട്ട് നശിക്കുന്നതിന് മുമ്പ് തന്നെ ദോഗ്ജ അവന്റെ അടുത്തേക്ക് എത്തി. പിന്നീട് ലീസങ്ങിന് ബോധം വരുമ്പോൾ അവൻ അവന്റെ ടീമിന്റെ കൂടെ ആ റെയിൽവേ ട്രാക്കിലാണ്. ഈ സമയം ദോഗ്ജ ചിന്തിക്കുന്നത് ആ നോവലിനെ കുറിച്ചാണ്. ആ നോവലിലെ ലീസങ്ങിന് ഒരു കുറ്റബോധം ഉള്ളത് കാരണം അവൻ ഇതുപോലത്തെ സിനാരീസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ലീസങ്ങിന് സംഭവിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവന് മോട്ടിവേഷൻ വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ആ ഒരു കാര്യം ഇപ്പോൾ ദോഗ്ജയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവർ അടുത്തതായിട്ട് പോകുന്നത് ഈ സിനാരിയോ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് കുറച്ച് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അവരങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അത് കുറെ പെട്ടികളായിരുന്നു. ആദ്യം ആ പെട്ടി തുറന്നു നോക്കുന്നത് ജിയോങ് ആണ്. അവക്ക് കിട്ടിയിരിക്കുന്നത് 2 വാളുകളാണ്.
ലീസങ്ങിന് കിട്ടിയിരിക്കുന്നത് അവന്റെ കയ്യിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു ഷീൽഡാണ്. നമ്മുടെ പയ്യനായ ജില്ലിന് കിട്ടിയിരിക്കുന്നതോ അതൊരു ഹെൽമെറ്റാണ്. അത് വെച്ച് കഴിഞ്ഞാൽ അവന് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെറിയ ജീവികളുമായിട്ട് സംസാരിക്കാൻ പറ്റും. നമ്മുടെ സാങ്ങയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ജാക്കറ്റാണ്. ഇനിയിപ്പോൾ അവസാനമായിട്ട് തുറക്കാനുള്ളത് ദോഗ്ജയുടെ പെട്ടിയാണ്. അവനത് തുറന്നു നോക്കുമ്പോൾ പകുതി മുറിഞ്ഞു പോയ ഒരു വാളായിരുന്നു അത്. അത് കാണുമ്പം ഈ മുറിഞ്ഞ വാൾ വെച്ചിട്ട് നീ എന്ത് ചെയ്യാനാണ് എന്നാണ് ബാക്കിയുള്ളവർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇത് സമ്മാനം കിട്ടിയതല്ലേ, ഇതിനെ കൊണ്ട് ഉറപ്പായിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ സമ്മാനങ്ങളൊക്കെ എടുത്ത് അവർ തിരിച്ചു നടക്കാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ആ കല്ലുകളൊക്കെ ജില്ല് കാണുന്നത്. ഇത് മറ്റേ ആ കയ്യിൽ നിന്ന് ചിതറിപ്പോയതാണ്. അതിൽ നിന്ന് ഒരു കല്ലെടുത്തതിന് ശേഷം ഇത് വിഴുങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ജില്ലു ചോദിക്കുന്നത്. അതേക്കുമ്പം ഇത് വിഴുങ്ങിക്കഴിഞ്ഞാൽ നീ ആ ഇല്യൂഷണറി പ്രിസണിലേക്ക് പോവും എന്നാണ് ദോഗ്ജെ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു ആവശ്യം വരുന്നു കരുതിയിട്ട് ദോഗ്ജെ ഒരു കല്ലെടുത്തിട്ട് അവന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. ഈ സമയത്താണ് ബാക്കിയുള്ളവർ അവന്റെ അടുത്തേക്ക് വരുന്നത്. അവരിപ്പോ ചോദിക്കുന്നത്, നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പരിചിതമാണല്ലോ, നീ ഇതിനു മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? നിന്റെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നീ ഇവിടെ വന്നതുപോലെയാണല്ലോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ ഇവിടെയും അവൻ ആ നോവൽ വായിച്ച കാര്യം പറയുന്നില്ല. എനിക്കൊരു സ്കില്ലുണ്ട്, അത് പ്രവചനമാണ് എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അപ്പൊ നിനക്ക് ഭാവി കാണാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ ഭാവി എന്താണ്? ഇതിൽ നിന്നൊക്കെ നമ്മുടെ ലോകം രക്ഷപ്പെടുമോ എന്നാണ് സാങ് ചോദിക്കുന്നത്. നമുക്ക് ഈ ലോകത്തെ രക്ഷിക്കാൻ പറ്റും, പക്ഷെ അതിനൊരാൾ നമ്മുടെ കൂടെ വേണം. എന്നെ വെള്ളത്തിലേക്ക് തള്ളിയിട്ട ഒരാളെ നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? അവന്റെ പേര് യൂജൂങ് എന്നാണ്. അവൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു ഭീകര ജീവിയുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവൻ മരിച്ചു പോകും. അങ്ങനെ അവൻ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിനെ രക്ഷിക്കാൻ പറ്റത്തില്ല. അതിനു മുമ്പ് നമുക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. പക്ഷെ മറ്റൊരു പ്രശ്നം കൂടെ നമുക്കുണ്ട്. ഇവിടുത്തെ സിനാരിയോ ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല. ആദ്യം നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ സിനാരിയോ പൂർത്തിയാക്കിയില്ലേ, ഇനിയിപ്പോൾ എന്താണ് ബാക്കിയുള്ളത് എന്നാണ് സാങ് ചോദിക്കുന്നത്. എന്നാൽ അതിന് മറുപടി പറയുന്നത് ആ ജിയോങ് ആണ്. ഇനിയൊരു ഭീകരജീവി കൂടെ ബാക്കിയുണ്ട്, അതിനെ നമുക്ക് ഉടനെ തന്നെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് അവള് വേഗം മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ അവിടേക്ക് ചെന്ന ഉടനെ തന്നെ നേരത്തെ അവൾ അറ്റാക്ക് ചെയ്യാൻ വന്നൊരു ടീം ഉണ്ടല്ലോ, അതിന്റെ ലീഡറായിട്ട് ഒരുത്തനുണ്ടായിരുന്നല്ലോ, ആ ചിയോൺ അല്ലാതെ വേറൊരുത്തൻ അവൻ അവിടെ നിൽക്കുന്നുണ്ട്. അവൾ ഉടനെ തന്നെ ചെന്നിട്ട് അവളുടെ വാള് വെച്ചിട്ട് അവനെ കൊന്നുകളയാണ്. അങ്ങനെ അയാളുടെ പണി തീർത്തു കഴിയുമ്പോഴാണ് ആ ചിയോണും ടീം അങ്ങോട്ട് വരുന്നത്. ഈ സിനാരിയോയിലെ വില്ലൻ എന്ന് പറയുന്നത് ഈ ചിയോണാണ്. അവനെ കണ്ടതും ജിയോൺ വേഗം തന്നെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് ഓടുകയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ തുടങ്ങി. അതിനിടയിൽ ഈ ചിയോന്റെ ഒരു കൈ ഇപ്പം അവന്റെ രാക്ഷസ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ ചിയോൺ എത്ര ശ്രമിച്ചിട്ടും ജിയോങ്ങിനെ അങ്ങോട്ട് കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല. അവളിപ്പോ അവനെ ഇടിച്ചിട്ട് അവിടുത്തെ റെയിൽവേ ട്രാക്കിലേക്ക് ഇടുകയാണ്. ഇപ്പൊ അവളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായതും ചിയോൺ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. അത് കണ്ടതും ദോഗ്ജയും കൂട്ടരും അയാളുടെ പുറകെ പോകാൻ തുടങ്ങി. അയാൾ എങ്ങനെയെങ്കിലും കൊല്ലണം, അല്ലാതെ അവർക്ക് ഈ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ പറ്റത്തില്ല. എന്നാൽ കുറെ ഓടി ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ദോഗ്ജയ്ക്കും ടീമിനും അയാളിപ്പോ പിടിക്കാൻ പറ്റുന്നില്ല. അവർക്കിടയിലായിട്ട് ഒരു പ്രൊട്ടക്ഷൻ വന്നിരിക്കുകയാണ്. ഈ സമയം ചിയോൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നിങ്ങളുടെ സെക്ഷനിലല്ല, ഞാനിപ്പോ വേറെ സെക്ഷനിലാണ്. ഇനി നിങ്ങൾ എങ്ങനെ ഈ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യും എന്ന് എനിക്കൊന്ന് കാണണം എന്നാണ് ചിയോൺ പറയുന്നത്. അയാൾ അത് പറഞ്ഞു കഴിയുമ്പോൾ ദോഗ്ജയും ടീമും ശരിക്കും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് ചിയോണ് വെടിയേക്കുന്നത്. അതോടുകൂടെ അയാൾ മരിച്ചു വീഴുകയും ചെയ്തു. ഇയാളെപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ കഥയിലെ പുതിയൊരു ക്യാരക്ടറാണ്. ജിഹിയ എന്നാണ് അവളുടെ പേര്. എപ്പോഴും ഒരു സ്നൈപ്പറും കൊണ്ടാണ് അവൾ നടക്കുന്നത്. മാത്രമല്ല അവൾക്ക് സൂപ്പർ സ്പീഡും ഉണ്ട്. അവൾ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് വന്നു. അതിനുശേഷം ഇപ്പൊ ചിയോന്റെ ദേഹത്തു നിന്നുള്ള മുഴുവൻ കോയിൻസും കളക്ട് ചെയ്യാണ്. എന്നാൽ ഇവക്ക് ഡോഗ്ജയുടെയും ടീമിന്റെയും കൂടെ കൂടാൻ താല്പര്യമില്ല. അവൾക്ക് ഒറ്റയ്ക്ക് നടക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കൊന്നും പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ദോഗ്ജയും ടീമും ആ റെയിൽവേ ട്രാക്കിൽ നിന്നും തിരിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് അടുത്ത സിനാരിയോ ആരംഭിക്കുന്നത്. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കുറെ ടൈലുകളുണ്ടല്ലോ, അതിൽ ചില ടൈലുകളൊക്കെ ഇപ്പൊ പച്ച കളറായിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഓരോ ആൾക്കാരും ഇതുപോലത്തെ പച്ച കളറുള്ള ടൈലുകളുടെ മുകളിലേക്ക് കയറി നിൽക്കണം. എങ്കിൽ മാത്രമേ ഈ സിനാരിയോയിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രാത്രിയാവുമ്പം കുറെ ഭീകരജീവികൾ വരും. എന്നാൽ ആ ഭീകരജീവികളൊന്നും ഈ ടൈലിൽ നിൽക്കുന്ന ആൾക്കാരെ അറ്റാക്ക് ചെയ്യത്തില്ല. ആ ടൈലിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുക. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിന്റെ അത്രയൊന്നും ടൈലുകളില്ല. അവരുടെ എണ്ണത്തിന്റെ പകുതി ടൈലുകൾ മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആ ടൈലുകൾ ഇങ്ങനെ സ്വന്തമാക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു ഭാഗത്ത് വേറൊരു കാര്യമാണ് നടക്കുന്നത്. ഒരുത്തനിപ്പം കുറെ ടൈലുകൾ സ്വന്തമാക്കി വെച്ചിട്ടുണ്ട്. ഇവനെ നമുക്ക് മുതലാളി എന്ന് വിളിക്കാം. അയാളിപ്പോ കോയിൻസ് മേടിച്ചിട്ട് അതൊക്കെ ആൾക്കാർക്ക് വിറ്റോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും അങ്ങോട്ട് അതിക്രമിച്ച് കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ അവിടെ ഒരു തോക്ക് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അയാൾ അവരെല്ലാവരും വെടിവെച്ചു കൊല്ലും. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് ആരും അയാളുടെ അടുത്തേക്ക് അടുക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ ഭീകരജീവികളൊക്കെ ആ റെയിൽവേ ട്രാക്കിലൂടെ അങ്ങോട്ട് വരാൻ തുടങ്ങി. ഈ ഭീകരജീവികൾ വരുന്നത് പോർട്ടൽ വഴിയാണ്. ആ റെയിൽവേ ട്രാക്കിന്റെ രണ്ടു ഭാഗത്തായിട്ട് 2 പോർട്ടൽ വന്നിട്ടുണ്ട്. അതിനകത്തു കൂടെയാണ് ആ ജീവികൾ വരുന്നത്. അങ്ങനെ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് ആ ടൈലുകളിൽ കയറി നിൽക്കാത്ത ആൾക്കാരൊക്കെ ഇപ്പൊ ആ ജീവികളുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. എന്നാൽ ഈ സമയം ദോഗ്ജയൻ ടീം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 2 വഴിക്ക് ഓടാൻ തുടങ്ങി. 2 ടീമും ഇപ്പൊ 2 പോർട്ടലിന്റെ അടുത്തേക്കാണ് ഓടുന്നത്. ആ പോർട്ടലിന്റെ അടുത്തായിട്ടും ആ ടൈലുകളുണ്ട്. അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവർ അങ്ങോട്ട് ഓടുന്നത്. ഈ സമയം ദോഗ്ജയുടെ കൂടെ ഉള്ളത് ആ ജിൽ എന്ന പയ്യനാണ്.
മറ്റേ പോർട്ടലിന്റെ അടുത്തേക്ക് ഓടിയിരിക്കുന്നത് ലീസങ്ങും കൂട്ടിനുമാണ്. അങ്ങനെ അവർ വേഗം ചെന്നിട്ട് ആ പോർട്ടലിലൂടെ വരുന്ന ഭീകരജീവികളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ദോഗ്ജെ ആണെങ്കിൽ ജില്ലനെയും കൊണ്ട് ആ പോർട്ടലിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ നായകനായ യൂജുങ് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവൻ അങ്ങോട്ട് വരും എന്ന കാര്യം ദോഗ്ജെ തീരെ പ്രതീക്ഷിച്ചതായിരുന്നില്ല. ഈ സമയം ദോഗ്ജെനെ കാണുമ്പോൾ യൂജുങ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീയല്ല നേരത്തെ പറഞ്ഞത് ആ ഫയർ ഡ്രാഗനുമായിട്ട് പൊരുതാൻ നീ എന്നെ സഹായിക്കുമെന്ന്. ഞാൻ ആ ഡീലിന് സമ്മതിച്ചു, പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. നീ എന്റെ കൂടെ വരുമ്പോൾ നിന്റെ കൂട്ടത്തിലുള്ള എല്ലാരെയും നീ ഇവിടെ ഉപേക്ഷിക്കണം എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ദോഗ്ജെ അതിന് സമ്മതിക്കുന്നില്ല. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ യൂജോങ് നിൽക്കുന്നതിന്റെ അടുത്തായിട്ട് മറ്റൊരു ടൈലുണ്ട്. അവനിപ്പോ ജില്ലിനെ ആ ടൈലിന്റെ അടുത്തേക്ക് വെക്കുകയാണ്. അതോടുകൂടെ അവൻ സേഫായി. അങ്ങനെ അവൻ അവിടെ വെച്ചതിന് ശേഷം ദോഗ്ജെ ഇപ്പം ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. ഈ സമയത്താണ് കുറെ ജീവികൾ വന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്യുന്നത്. അതിൽ ഇപ്പൊ അവനൊരു ഐഡിയ തോന്നി. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ അവൻ പോക്കറ്റിലിട്ട് വെച്ച ആ മിറർ ഡയമെൻഷന്റെ ആ കല്ലുണ്ടല്ലോ, അവൻ അതെടുത്തിട്ട് അങ്ങോട്ട് വിഴുങ്ങാണ്. അതോടുകൂടെ ആ കൈകളൊക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ കൈകളൊക്കെ കൂടെ അവനിപ്പോ ആ റെയിൽവേ ട്രാക്കിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് കടത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ജീവികൾക്ക് അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും അവന്റെ ടീമിലുള്ള ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് എത്തി. അവരെല്ലാവരും കൂടെ വന്നിട്ട് ഉടനെ തന്നെ ആ ജീവികളെല്ലാവരും കൊന്നുകളയാണ്. അങ്ങനെ പിന്നീട് അവന് ബോധം വരുമ്പോൾ ബാക്കി എല്ലാവരും കൂടെ അവനിപ്പോൾ റൂമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ സമയം അവൻ അവരുടെ അടുത്ത് മറ്റൊരു കാര്യം പറയാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫയർ ഡ്രാഗൻ ഇവിടെ വരുന്ന കാര്യം. യൂജുങ് എന്തായാലും ആ ഡ്രാഗണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകും. അങ്ങനെ വരുമ്പോൾ അവൻ എന്തായാലും മരിക്കുകയും ചെയ്യും. അങ്ങനെ അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നിലനിൽപ്പ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരൊറ്റ ഐഡിയ ഉള്ളൂ. നമ്മൾ യൂജുങ്ങിനെ ആ ഫയർ ഡ്രാഗനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വിടുന്നില്ല. അതിനു പകരം ഞാൻ ഫൈറ്റ് ചെയ്തോളാം. ആ ഫയർ ഡ്രാഗന്റെ നെഞ്ചിലായിട്ട് ഒരു കവചമുണ്ട്. അതിനകത്താണ് അതിന്റെ ന്യൂക്ലിയസ് ഇരിക്കുന്നത്. ആ കവചം ഞാൻ തകർത്ത് കളയാണെങ്കിൽ പിന്നെ അതിനെ കൊല്ലാൻ എളുപ്പമാണ്. പക്ഷെ ആരാണോ ആ കവചം തകർക്കുന്നത് അവരുടനെ തന്നെ മരിച്ചു പോകും. ഇപ്പൊ ഞാനാണ് ആ കവചം തകർക്കാൻ പോകുന്നത്. അതോടുകൂടെ ഞാൻ മരിച്ചു പോകും. ആ സമയത്ത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ ഡ്രാഗനെ കൊല്ലണം. അങ്ങനെ നിങ്ങൾ ആ ഡ്രാഗനെ കൊന്നു കഴിയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക പവർ കിട്ടും. അതായത് ആ പവർ വെച്ച് നിങ്ങൾക്ക് ഒരാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ആ പവർ കിട്ടിക്കഴിയുമ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എനിക്ക് ജീവൻ തരാൻ പറ്റും എന്നാണ് ദോഗ്ജെ പറയുന്നത്. ബാക്കി എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ തിരിച്ച് ആ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ എത്തി. എന്നാൽ ഈ സമയത്താണ് അവർക്ക് അടുത്ത പ്രശ്നം വരുന്നത്. ഇപ്പൊ ഇവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം ആ കോൺസുലേറ്റേഴ്സ് നോക്കിയിരിക്കുകയാണല്ലോ. എന്നാൽ കോൺസുലേറ്റേഴ്സിനെ സംബന്ധിച്ച് ഇപ്പൊ മനുഷ്യരൊക്കെ അവിടെ ഗെയിം കളിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്. ഡിഫിക്കൽറ്റി പോരാ. അതുകൊണ്ട് തന്നെ ആ ഗെയിം ഒന്നുകൂടെ കടുപ്പിക്കാൻ വേണ്ടി അവർ ആ സിനാരിയോയിൽ ചെറിയൊരു മാറ്റം വരുത്താണ്. അതായത് അവർ ആ ടൈലുകളുടെ എണ്ണം കുറച്ചു. ഇപ്പൊ അവിടെ ആകെ ഒരൊറ്റ ടൈലേ ഉള്ളൂ. അതിലാണെങ്കിൽ നമ്മുടെ മുതലാളിയാണ് ഇരിക്കുന്നത്. അയാളുടെ അടുത്തേക്ക് പോകാൻ ആർക്കും ധൈര്യവുമില്ല. ഇതും കണ്ടുകൊണ്ടാണ് ദോഗ്ജയും കൂട്ടരും അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ നമ്മുടെ മുതലാളി അതിലകത്ത് ഇരിക്കുന്ന കാണുമ്പോൾ ദോഗ്ജയ്ക്ക് ഒരു ഐഡിയ തോന്നി. ഇയാളുടെ അടുത്ത് ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട് എന്ന കാര്യം ദോഗ്ജയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ദോഗ്ജി ഇപ്പൊ അയാളുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കുകയാണ്. ഇന്നത്തെ ദിവസം മൊത്തം ഞാൻ നിങ്ങളെ വാടകയ്ക്ക് എടുത്തിരിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾക്ക് ഞാൻ 1,00,000 കോയിന് തരാം. പക്ഷെ ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ പറഞ്ഞത് മാത്രമേ നിങ്ങൾ കേൾക്കാൻ പാടൂ എന്നാണ് അവൻ പറയുന്നത്. അത്രയും കോയിൻ തരാന്ന് പറയുമ്പോൾ അയാളാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അയാൾ അത് സമ്മതിച്ച അടുത്ത സെക്കൻഡിൽ അയാൾ നിന്നിരുന്ന ആ ടൈലിപ്പോൾ ദോഗ്ജൻ നിന്നിരുന്ന സ്ഥലത്തേക്ക് മാറുകയാണ്. എന്നാൽ ആ ടൈൽ അവന്റെ കാലിന്റെ അടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലുള്ള ഒരു ആയുധം വെച്ച് ആ ടൈല് തല്ലി പൊളിക്കാൻ ശ്രമിക്കുകയാണ്. അത് കാണുമ്പോൾ നീ എന്താണ് ഈ കാണിക്കുന്നത്? ആകെ ഒരു ടൈലേ ഉള്ളൂ, അത് നീ തകർക്കാൻ പോവാണോന്ന് ചോദിച്ചിട്ട് ബാക്കി എല്ലാവരും അവനെ പിടിച്ച് മാറ്റാൻ തുടങ്ങി. അവനിപ്പോ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈലുകൾ അവിടെ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ അതിലേക്ക് മാറും. അതുകൊണ്ട് ആ ടൈല് നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ എല്ലാവരും ആ ജീവികളെ നേരിടാനേ ശ്രമിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അവനെ പിടിച്ചു മാറ്റുമെങ്കിലും അവൻ അവിടുന്ന് മാറാതെ ആ ടൈൽ ഇങ്ങനെ തല്ലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് അത് സാധിക്കുന്നില്ല. എന്നാൽ ഈ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ജിഹ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ടല്ലോ, ആ സ്നൈപ്പറും കൊണ്ട് നടക്കുന്നത്, അവളിപ്പം ആ ടൈലിലേക്ക് ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ ആ ടൈല് പൊട്ടിപ്പോയി. അങ്ങനെ ആ ടൈല് പൊട്ടിക്കഴിയുമ്പോൾ ഇപ്പൊ ദോഗ്ജയ്ക്ക് സിമ്പിളായിട്ട് അത് തകർക്കാനും പറ്റുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ ടൈല് തകർത്ത് കളയാണ്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ മുതലാളിക്ക് ദേഷ്യമാണ് വരുന്നത്. നീ എന്തുവാണ് ഈ കാണിച്ചത്? ഇനിയിപ്പോ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ നമ്മൾ നേരത്തെ ഒരു ഡീൽ ഉണ്ടാക്കിയില്ലേ, ഇന്നത്തെ ദിവസം മുഴുവൻ ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാൽ മതി. എന്റെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ടല്ലോ, നേരെ നിങ്ങൾ ആ പോർട്ടലിലേക്ക് ചെല്ല്. എന്നിട്ട് അതിലെ വരുന്ന മുഴുവൻ ജീവികളെയും കൊന്നുകളയും. ആ ജീവികൾ കാരണം ഇവിടെയുള്ള ഒരാൾ പോലും മരിക്കാൻ പാടില്ല എന്നാണ് അവൻ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾക്ക് കൊടുക്കാനുള്ള കോയിനൊക്കെ അവൻ അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആ കോയിനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അയാൾ വേഗം തന്നെ ആ റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങാണ്. അതിനുശേഷം അയാളുടെ ഒരു വണ്ടി എടുത്തിട്ട് ആ പോർട്ടലിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. ഈ സമയം ആ പോർട്ടലിലൂടെ ഇഷ്ടം പോലെ ജീവികൾ വരുന്നുണ്ട്. അതിനെല്ലാം അയാൾ വെടിവെച്ച് കൊന്നുകളയാണ്. അങ്ങനെ അയാൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ജീവികളൊക്കെ പുറത്തേക്ക് രക്ഷപ്പെടുന്നുണ്ട്. അവറ്റകളെല്ലാം കൂടെ ഇപ്പൊ ബാക്കിയുള്ളവർ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ ആ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നായകനായ യൂജുങ് അങ്ങോട്ട് വരുന്നത്. അവൻ ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയതും അവിടെ നിന്നും ആ ഫയർ ഡ്രാഗൺ പൊങ്ങി വരാണ്. ആ ഡ്രാഗൺ അങ്ങോട്ട് വന്ന് കാണുമ്പോൾ യൂജുങ് ഇപ്പൊ ആ ഡ്രാഗണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് പോവാണ്. ഇതെല്ലാം ദോഗ്ജയും കാണുന്നുണ്ട്. അവൻ വേഗം തന്നെ യൂജുങ്ങിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇപ്പൊ അതിന്റെ അടുത്തേക്ക് ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും മരിക്കും, അതുകൊണ്ട് നീ പോയരുത് എന്നാണ് ദോഗ്ജ പറയുന്നത്. എന്നാൽ യൂജുങ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൻ അവന്റെ വാളെടുത്തിട്ട് ആ ഡ്രാഗണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഉടനെ തന്നെ യൂജുങ് ആ ഡ്രാഗണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ അവൻ ആ ഡ്രാഗണെ കീഴ്പ്പെടുത്തുകയും ചെയ്തു.
എന്നാൽ അവൻ ആ ഡ്രാഗനെ കീഴ്പ്പെടുത്തി കഴിയുമ്പോഴാണ് ആ കോൺസുലേറ്റേഴ്സ് മറ്റൊരു പണി ചെയ്യുന്നത്. അവരിപ്പോൾ വീണ്ടും അതിന്റെ ഡിഫിക്കൽറ്റി കൂട്ടാണ്. അതിനെ തുടർന്ന് അവർ നിൽക്കുന്ന ആ സ്ഥലം മൊത്തം പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പൊട്ടിത്തെറിയൊക്കെ നടന്നു കഴിയുമ്പോഴാണ് ആ ഡ്രാഗൺ വീണ്ടും എഴുന്നേക്കുന്നത്. എന്നാൽ അതിന്റെ രൂപം മൊത്തം മാറിയിട്ടുണ്ട്. മാത്രമല്ല അതിപ്പോൾ നല്ല പവർഫുൾ ആണ്. അങ്ങനെ അത് വീണ്ടും എഴുന്നേറ്റ് കാണുമ്പോൾ യൂജുങ് പിന്നെ അതുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. എന്നാൽ ഇപ്പം അവൻ ആ ഡ്രാഗണിന്റെ മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഡ്രാഗൺ യൂജുങ്ങിനെ അടിച്ച് തെറിപ്പിക്കുന്ന കാണുമ്പോൾ ദോഗ്ജെ വേഗം ചെന്നിട്ട് ആ ഡ്രാഗണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ദോഗ്ജയ്ക്കും ആ ഡ്രാഗൺ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിങ്ങനെ അവന് നേരെ തീ തുപ്പാണ്. അത് കാണുമ്പോൾ ആ വാളും അവന്റെ മറ്റൊരു സ്കില്ലും വെച്ചിട്ട് അവൻ ആ തീയൊക്കെ ബ്ലോക്ക് ചെയ്തു. എങ്കിലും അവൻ അതിന്റെ മുമ്പിൽ ഇങ്ങനെ പിടിച്ചേക്കാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് നമ്മൾ നേരത്തെ കണ്ട ആ ഭീമൻ പ്രാണി അങ്ങോട്ട് വരുന്നത്. അതിനെ വിളിച്ചത് ജില്ലാണ്. അങ്ങനെ ആ പ്രാണി വന്നിട്ട് ഇപ്പൊ ആ ജീവിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ പ്രാണിക്കും ആ ഡ്രാഗൺ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഡ്രാഗൺ ഇപ്പം ആ പ്രാണിയുടെ ഓരോ ശരീരഭാഗങ്ങൾ ഇങ്ങനെ വലിച്ചു പറിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. എന്നാൽ ഡ്രാഗൺ ഇപ്പം ആ പ്രാണിയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഈ സമയത്ത് അതിന്റെ ഇമ്പാക്ട് മൊത്തം വരുന്നത് നമ്മുടെ ജില്ലിന്റെ ശരീരത്തിലാണ്. അവനും ആ പ്രാണിയുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. ഡ്രാഗൺ അതിന് ഓരോ തവണ ഉപദ്രവിക്കുമ്പോഴും അവന്റെ മൂക്കുന്നും വായന്നൊക്കെ ചോര വരാൻ തുടങ്ങി. ഇതെല്ലാം അവന്റെ കൂടെ ഇരിക്കുന്ന ആ ലീസങ് കാണുന്നുണ്ട്. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ആ ഷീൽഡ് വെച്ചിട്ട് ആ ജീവിയുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. നല്ല പവർഫുൾ ആയിട്ടുള്ള ഷീൽഡ് ആയതുകൊണ്ട് ആ ജീവി ഓരോ തവണ ഇടിക്കുമ്പോഴും അവനത് വെച്ചിട്ട് കൂളായിട്ട് അതൊക്കെ തടയാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ആ ഷീൽഡിന്റെ പവർ കാരണം ആ ജീവിയുടെ മുന്നിലായിട്ട് ഇങ്ങനെ ഓരോരോ മതിലുകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജീവിക്ക് ലീസങ്ങിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതെല്ലാം നമ്മുടെ ജിയോങ്ങും കാണുന്നുണ്ട്. അവൾ ഉടനെ സാങ്ങയെ വിളിച്ചിട്ട് ആ ജീവിയുടെ അടുത്തേക്ക് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പറയാണ്. അതിനെ തുടർന്ന് സാങ്ങയാണെങ്കിൽ നൂല് വെച്ചിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ആ ബ്രിഡ്ജ് ഉണ്ടായതും ജിയോങ് വേഗം തന്നെ അതിന്റെ മുകളിലൂടെ ഓടുകയാണ്. അങ്ങനെ അതിന്റെ മുകളിലൂടെ ഓടിയിട്ട് അവൾ ഒറ്റച്ചാട്ടത്തിന് ആ ജീവിയുടെ മുകളിലേക്ക് കയറി. എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് അവളിപ്പോൾ ആ ജീവിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവളെ കൊണ്ടും അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അത് അവളെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ദോഗ്ജ അവന്റെ വാളുമായിട്ട് ആ ജീവിയുടെ മേലേക്ക് ചാടി വീഴുന്നത്. എന്നിട്ട് ആ വാള് വെച്ചിട്ട് ആ ജീവിയുടെ നെഞ്ചിലുള്ള കവചം തകർക്കാൻ തുടങ്ങി. എന്നാൽ അവന്റെ ആ വാളിനെ കൊണ്ട് അത് സാധിക്കുന്നില്ല. അവൻ അതിന് തന്നെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിക്കുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ട ആ ജിഹയായിരുന്നു. അവളിപ്പോൾ ഷൂട്ട് ചെയ്തു. അതോടുകൂടെ ആ കവചം പൊട്ടി. ഈ സമയം ദോഗ്ജ ആ വാള് കുത്തിയിറക്കുകയും ചെയ്തു. എന്നാൽ അതുകൊണ്ടും ആ ജീവിക്കൊന്നും പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ ആ ജീവി അവൻ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അങ്ങനെ ദോഗ്ജ താഴേക്ക് വീണതിന് ശേഷം അവൻ നോക്കുമ്പോൾ ആ ജീവിയുടെ പൊട്ടിപ്പോയ ആ കവചം ഉണ്ടല്ലോ, അതെല്ലാം ഇപ്പൊ പഴയതുപോലെ തന്നെയായി. മാത്രമല്ല ആ ഡ്രാഗൺ ഇപ്പൊ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് യൂജുങ് അങ്ങോട്ട് വരുന്നത്. അവൻ വേഗം വന്നിട്ട് പിന്നെ ആ ജീവിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റിനിടയിൽ അവന്റെ കയ്യിലെ വാള് വെച്ചിട്ട് അവൻ ആ ജീവിയുടെ നെഞ്ചിൽ ആ കവചം തകർക്കുകയാണ്. അതിനുശേഷം അവൻ ആ വാള് കുത്തിയിറക്കുകയും ചെയ്തു. അതോടുകൂടെ ആ ജീവിയുടെ ശരീരം മൊത്തം തീ പിടിച്ചു. മാത്രമല്ല ആ കവചം തകർത്തുകൊണ്ട് യൂജുങ്ങും കത്തിപ്പോവാണ്. ഇതെല്ലാം താഴെ നിന്നുകൊണ്ട് ദോഗ്ജയും കാണുന്നുണ്ട്. നോവലിൽ പറഞ്ഞത് എന്താണോ അതുപോലെ തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ആ ജീവി ഇതുവരെയായിട്ട് മരിച്ചിട്ടുമില്ല. അങ്ങനെ ദോഗ്ജ കത്തിപ്പോയി കഴിഞ്ഞപ്പം ആ ജീവി അവനെടുത്ത് ഒരൊറ്റ എറിവ് കൊടുത്തു. ഇതെല്ലാം കാണുമ്പം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ദോഗ്ജയ്ക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം എന്തായാലും അവർക്ക് ആ ജീവിയെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. മാത്രമല്ല ഇപ്പൊ നായകൻ മരിക്കുകയും ചെയ്തു. ഇനിയിപ്പോ നായകൻ ഉടനെ തന്നെ ആ റിഗ്രഷൻ ചെയ്യും. അതോടുകൂടെ ദോഗ്ജയും ടീമും ഇവിടെ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്യും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ യൂജുങ് ഇപ്പൊ റിഗ്രഷൻ ചെയ്തു. അതോടുകൂടെ അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ മാഞ്ഞു പോകാൻ തുടങ്ങി. എന്നാൽ അവർ പൂർണ്ണമായിട്ട് മാഞ്ഞു പോകുന്നതിന് മുമ്പാണ് ദോഗ്ജയ്ക്ക് ഒരു മെസ്സേജ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഇത്യോറസിന്റെ ന്യൂക്ലിയസ് ഉണ്ടല്ലോ, അവനത് ആ ദൊക്കാബിയുടെ അക്കൗണ്ടിൽ വിൽക്കാൻ വെച്ചിരിക്കുകയായിരുന്നല്ലോ. അതിപ്പോ ഒരാൾ വാങ്ങി. അതിന് പകരമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഈതർ ഓഫ് ഫെയ്ത്ത് ആണ് കൊടുത്തിരിക്കുന്നത്. അത് വാങ്ങിയത് മറ്റാരുമല്ല, അത് ആ നോവലിന്റെ ഓതർ തന്നെയായിരുന്നു, TLS123. അങ്ങനെ ആ ഈതർ ഓഫ് ഫെയ്ത്ത് കിട്ടിയതും ദോഗ്ജ ഉടനെ തന്നെ ആ എനർജി എടുത്തിട്ട് അവന്റെ വാളിലേക്ക് ഫിക്സ് ചെയ്യാണ്. അതോടുകൂടെ ആ പൊട്ടിപ്പോയ വാളിന്റെ ഭാഗം ഇപ്പൊ വളർന്നു വരാൻ തുടങ്ങി. അങ്ങനെ ആ ഈതർ ഓഫ് ഫെയ്ത്തിന്റെ പവറും കൂടെ കിട്ടിക്കഴിയുമ്പോൾ അവൻ ആ വാളുമായിട്ട് ആ ജീവിയുടെ നേർക്ക് ചാടുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ ജീവി അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ദോഗ്ജ ആ വാൾ ആ ജീവിയുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയാണ്. അതോടുകൂടെ ആ ജീവി മരിക്കുകയും ചെയ്തു. അങ്ങനെ ആ ജീവിയെ കൊന്നു കഴിഞ്ഞപ്പം അവർക്കിപ്പോ 10,000 കോയിൻസ് കിട്ടി. മാത്രമല്ല ഒരാളെ ജീവിപ്പിക്കാനുള്ള പവറും കിട്ടി. അത് വെച്ചിട്ട് അവർ യൂജുങ്ങിന് ജീവൻ കൊടുക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു. വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവർ ഈ ഗെയിം കംപ്ലീറ്റ് ആക്കി. ദോഗ്ജയൻ ടീം അതിന്റെ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് മറ്റൊരു ശബ്ദം കേൾക്കുന്നത്. അവര് നോക്കുമ്പോൾ അത് ദോഗ്ജയുടെ ഓഫീസിലുണ്ടായിരുന്ന ആ ഹാൻ ആയിരുന്നു. അവനിപ്പോ വളരെ വെപ്രാളത്തോടെ ആ റെയിൽവേ ട്രാക്കിലൂടെ ഓടി വരികയാണ്. അവനിപ്പോ അവിടെ നിന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല, ഇനിയും എന്തോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ്. അതിൽ നിന്നും ഈ ഗെയിം അവസാനിച്ചിട്ടില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അങ്ങോട്ട് വരുന്നത് എന്താണെങ്കിലും ദോഗ്ജയൻ ടീമും അതിനെ നേരിടാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിറക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.